കംപ്ലീറ്റ് ചോദ്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ചില ഭാഗങ്ങളൊക്കെ തന്നെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരേ സിമിലാരിറ്റി വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് സ്ലൈഡ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒരു ആസ്പെക്ട്സിലെ കാര്യങ്ങൾ വിടാതെ പോയിട്ട് കംപ്ലീറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്. അപ്പൊ ഇൻഷാ അള്ളാ ഞാൻ വൈകിയ വേളയിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് കടക്കുകയാണ്. ആദ്യത്തെ ഒരു ചോദ്യം, നമുക്കറിയാം എല്ലാ പരീക്ഷകളിലും ഇങ്ങനെ വഫാത്തിനനുസരിച്ച് കൊണ്ട് ജനന തീയതികൾക്കനുസരിച്ച് കൊണ്ടൊക്കെ ഓർഡർ ആക്കാനുണ്ട്. ഇതിൻ്റെ അകത്ത് ശരിയായി നിങ്ങളൊന്ന് തിരഞ്ഞെടുക്കുക. മഹ്മൂദ് ദർവേഷ്, അഹമ്മദ് ഷൗക്കി, അഖ്തൽ, അബുൽ അല അൽ മാരി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ്, നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇവിടെ അലിഫ്, ബാ, ജീമ്, ദാലാണ് 1, 2, 3, 4 നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ആദ്യം ആരാണ്? അഖ്തലല്ലേ? അഖ്തല്, പിന്നെ ഷൗക്കി, അബു അല മഅരി, ഷൗക്കി, മുഹമ്മദ് ദർവേഷ്. അതെ, അഖ്തല് ജനിക്കുന്നത് 19 ഹിജ്റയിലും 95 ഹിജ്റയിലാണ് വഫാത്താകുന്നത്. അബുൽ അല മാരി ഹിജ്റ 363 ജനിക്കുന്നു, 449 മരിക്കുന്നു. പിന്നെ മഹ്മൂദ് ദർവേഷ്, പിന്നെ അല്ല അഹമ്മദ് ഷൗക്കി 1868 ജനിച്ചു, 1932 മരിക്കുന്നത്. പിന്നെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നവരാണ് പിന്നെ നമ്മുടെ പാവപ്പെട്ട മഹ്മൂദ് ദർവേഷാണ്. മൂപ്പര് എപ്പോഴാ ജനിക്കുന്നത്? 1945 ജനിക്കുന്നു, 2008 മരിക്കുന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ പഠിക്കാം. അപ്പൊ ഇതിൻ്റെ അകത്ത് എങ്ങനെ വരും? ഇതും ഏകദേശം സിമിലർ ആണ്. ഒന്ന് പെട്ടെന്ന് ഒന്ന് ഓർഡർ ആക്കിയേ. ജനന തീയതി അനുസരിച്ചിട്ടാണ്. യെസ്, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓപ്ഷൻ ഏതാ വരുന്നത്? മഹ്മൂദ് സാമി അൽ ബാറൂദി, അഹമ്മദ് ഷൗക്കി, പിന്നെ ആരാണ്? പിന്നെ അങ്ങനെ വരുമോ? അങ്ങനെ വരുള്ളൂ. ഇല്ല സാർ, ആദ്യം മഹ്മൂദ് സാമി ബാറൂദി, പിന്നെ ഷൗക്കി 32, ദർവേഷ് 2008. അലി അഹമ്മദ് സയ്യിദ് ഇതുവരെ മരിച്ചിട്ടില്ല എന്നാണ് കണക്ക് ബുക്കിലുള്ളത്. ഇവിടത്തെ ചോദ്യം എന്താ? റത്തിബ് ശുഅറാഇൽ മദ്കൂരീന അദ്നാഹു അസ്ബി താരീഖി മീലാദിഹി എന്നല്ലേ? 1838 മഹ്മൂദ് സാമി അൽ ബാറൂദി ജനിക്കുന്നത്. അഹമ്മദ് ഷൗക്കി ജനിക്കുന്നത് 1868. അപ്പം മഹ്മൂദ് സാമി അൽ ബാറൂദി, അഹമ്മദ് ഷൗക്കി. അഡോണീസ് 1930 ജനിക്കുന്നത്. മഹ്മൂദ് ദർവേഷ് 1941. അപ്പൊ 1, 4, 3 അല്ല 2, 3. ഇതിന്റെ അല്ല 2, 3. യെസ്, 1, 4, 3, 2. ലാസ്റ്റല്ലേ 2 വരുള്ളൂ. ടീച്ചർ വീണ്ടും പ്രശ്നം ഉണ്ടാക്കല്ലേ. അഡോണീസ് എപ്പോഴാ ജനിക്കുന്നത്? 1930. മഹ്മൂദ് ദർവേഷ് 1941. ഓക്കെ, അപ്പം എങ്ങനെ വരും? 1, 4, 2, 3. ക്ലിയർ അല്ല ടീച്ചറെ? യെസ്, ക്ലിയർ ആയി. ഓക്കെ, ഇനി അടുത്തത് ഇഖ്തറ തസ്രീഫുൽ ഖാത്തിഅ അനി ഷിഅറുൽ അറബുൽ ഹദീസ്. ആധുനിക അറബി കവിതയെ പറ്റിയിട്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാനാണ്. ഖലീൽ മുത്തറാൻ റായിദു തജ്ദീദ് ഫി ഷിഅറുൽ അറബി. അറബി കവിതയിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഒരു പൈനിയർ ആണ് ആര്? ഖലീൽ മുത്തറാൻ. ഹർക്കത്ത് അപ്പോളോ എന്നുള്ളത് ഒരു കവിതാ സംഘടനയാണ്. ദീവാൻ, ജമാഅത്ത് ദീവാൻ എന്ന് പറയുന്നത് ക്ലാസിക്കൽ സംഘടനയാണ്. ഇനി ഇലിയ അബൂമാദി എന്നുള്ള എന്താണ്? ഷാഇറുൻ മിസ്രി ആണെന്നുള്ള.
പെട്ടെന്ന് വേഗമൊക്കെ ആൻസർ ചെയ്യണേ. യെസ്. ഇപ്പം ബാ മാത്രമാണ് തെറ്റ്, അലിഫും ജീമുമാണ് തെറ്റ്, ജീമു മാത്രമാണ്, ജീമും ദാലും മാത്രമാണെന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജീമും ദാലും തെറ്റാണ് അല്ലെ. കാരണം ഈ ദീവാൻ എന്ന് പറയുന്ന സംഭവം എന്താണ്, റൊമാൻറ്റിസം എന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഘടനയാണ്. ഇലിയ അബുമാദി എന്നുള്ളത് എന്താണ്, ഒരു ലബനോൺ സാഹിത്യകാരനായ കവിയാണ്. ഇതൊന്ന് ചെയ്തോക്കെ. ഇത് ആക്ച്വലി വരുന്നത് ഈ ഷീറുൽ അറബിൽ ഹദീസ് അല്ല, സത്യം പറഞ്ഞാൽ വരേണ്ടത് ഇത് മദാരിസുൽ നഖ്ത് എന്നൊരു ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ്. എന്നാലും നമ്മൾ ഷീറുൽ അറബി ആധുനിക കവിതയിലാണ് ഈ പറയുന്ന മദാരിസുൽ നഖ്ത് വരുന്നത്. അതിൻ്റെ അകത്ത് ക്ലാസിസം, റൊമാൻറ്റിസം, സിംബോളിസം, റിയാലിസം, പിന്നെ എന്താണ് റിയാലിസം, പിന്നെ റൊമാൻറ്റിക് സംഘടനകളായിട്ടുള്ള അപ്പോളോ, ദീവാന്, പിന്നെ റാബിത്തത്തുൽ കലമിയ, അസ്ബത്തുൽ അന്ദലുസിയ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാതൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ മദ്രസത്തുൽ വഅസുവല്ലിഹിയ എന്ന് വെച്ചാൽ ക്ലാസിസ്, ന്യൂ ക്ലാസിസ് ആണ്. അവ്വലു മദരസത്തുൻ ഫിൽ അറബിൽ ഹദീസ്. ശരിയോ തെറ്റോ? അതായത് 1258 അബ്ബാസിയ കാലഘട്ടം അവസാനിക്കുന്നത്. അതിനുശേഷം ഏകദേശം 6 നൂറ്റാണ്ട് കാലഘട്ടം എന്ന് പറയുന്നത് വളരെ നിർജീവമായിട്ട് സാഹിത്യത്തിന് ഒരു ഉപകാരവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ്. ഉപകാരം ഇല്ല എന്ന് പറയുമ്പോഴും ഈ നമ്മുടെ ഈ മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂനും അതേപോലെ തന്നെ വഫിയാത്തുൽ അയ്യാനും പിന്നെ ഇമാം ബൂസൂരിയുടെ കവാക്കിബുദ് ദുർരിയ ഫി മദ്ഹി ഖൈറുൽ ബരിയ എന്ന ഖസീദത്തുൽ ബുർദിയ ഒക്കെ രചിക്കപ്പെട്ട ഒരു കാലഘട്ടം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ എങ്കിലും നമ്മള് ഈ ഇബ്നു സീനയുടെ ഖാനൂൻ ഫി തിബ്ബോ അല്ലെങ്കിൽ ഖലീൽ ബിൻ അഹ്മദിന്റെ കിതാബുൽ ഐനോ പോലെ തുടങ്ങിയിട്ടുള്ള വളരെ പ്രഗത്ഭമായിട്ടുള്ള മറ്റു പുസ്തകങ്ങളോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, അറബി സാഹിത്യത്തിലേക്ക് സംഭാവന ചെയ്യപ്പെടാത്ത ഒരു കാലഘട്ടമാണ്. ഏത് കാലഘട്ടം? ഇൻഹിത്താത്ത കാലഘട്ടം എന്ന് പറയാം. അപ്പോ ആ ഇൻഹിത്താത്ത് കാലഘട്ടത്തിൽ നിന്നും എന്ത് ചെയ്യാ, ഈ നെപ്പോളിയൻ ബോണപ്പാർട്ട് 1798 എന്ത് ചെയ്യുന്നുണ്ട്, ഈജിപ്റ്റ് ആക്രമിക്കുകയും 1801 അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുശേഷം സമൂഹത്തിൽ ഒരു നവോത്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു സാഹിത്യ മൂവ്മെന്റ് ആണ് ഈ പറയുന്ന നിയോ ക്ലാസിസം എന്ന് പറയാം. അതിനാണ് ബഅ്സ് വല്ലിഹിയ എന്ന് പറയുന്നത്. ഇനി അതൊക്കെ തുടർന്ന് അതിനുശേഷം ക്ലാസിസത്തിന് ശേഷം പിന്നീട് 1908 കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഖലീൽ മുത്റാൻ ആദ്യമായിട്ട് റൊമാൻറ്റിസം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നോണം 1932-33 കാലയളവിൽ എന്ത് ചെയ്യുന്നുണ്ട്, അഹമ്മദ് സക്കി അബൂഷാദി ഈജിപ്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോളോ സംഘടന സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഷെറുൽ ഖസസി വൽ മസ്റഹിൽ അറബി ഫിൽ അസ്റുൽ ഹദീസ്. അക്കാലഘട്ടത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ പുതിയ കവിതാ ശൈലികളാണ് ഷെറുൽ ഖസസി വൽ മസ്റഹി എന്ന് പറയുന്നത്. അതായത് നാടക കഥാ കവിതകൾ എന്ന് പറയും. അത് ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു കവിതാ ശൈലികൾ തന്നെയാണ്. അതേപോലെ തന്നെ ഇനി എല്ലാ സ്പെയിനിലെ ഉസ്ബത്തുൽ അന്ദലുസിയിലെ സാഹിത്യകാരന്മാരെന്ന് പറയുന്നത് കവികളാണ് എന്ന് പറഞ്ഞു. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ? തെറ്റല്ലേ സാറേ? ശരിയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? ശരിയാണെങ്കിൽ ലിമാദ, തെറ്റാണെങ്കിൽ എന്തുകൊണ്ടാണ്? ശരി. എന്റെ മറ്റൊരു ചോദ്യമാണ്, കലമിയ ഷുഅറ ഹദൽ ഇബാറ സ്വഹീഹ ഔ ഖതാ? ഒന്നും കൂടെ പറയൂ സാറേ ക്വസ്റ്റ്യൻ. ഇവിടെ അസ്ബത്തുൽ അന്ദലുസിക്ക് പകരം റാബിത്തുൽ കലമിയാണെങ്കിൽ ശരിയാണോ തെറ്റാണോ? റാബിത്തുൽ അദബിയിലെ കവികളും മാത്രമല്ലല്ലോ, ഇപ്പൊ ഖലീൽ മിത്രാൻ എന്ന് പറഞ്ഞ കവിയുമാണ്, അദ്ദേഹം ഒരു സാഹിത്യകാരനും അല്ലേ? രണ്ട് രീതിയിൽ എടുത്തൂടെ? അപ്പോഴത് കവിതയായിട്ട് മാത്രമാണാവൂലല്ലോ. ആവോ? ഇവിടുത്തെ ചോദ്യം ടീച്ചർ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, കാരണം അന്ദലുസിയ ഷുറ എന്ന് പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞില്ലേ? അത് ടീച്ചർ പറഞ്ഞ തെറ്റാണ്. ആക്ച്വലി കൂടുതലും ആൾക്കാർ കവികളാണ്. ഞാൻ ഈ മദാരിസിൻ നഖ്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മുമ്പ് ചർച്ച ചെയ്തിരുന്നപ്പോ പറഞ്ഞിരുന്നു, റാബിത്തുൽ കലമിയ എന്ന് പറഞ്ഞ സംഘടന എന്ന് പറയുന്നത് കവിതയും ഗദ്യത്തിനും ഒരേപോലെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളവരാണ്. എന്നാൽ അസ്ബത്തുൽ അന്ദലുസിയുടെ കേസ് എടുക്കുമ്പോൾ അവർ കൂടുതലും കവികളായിരുന്നു. അത് നസറിന് പ്രാധാന്യം കുറവായിരുന്നു. ഇല്ല എന്നല്ല, പ്രാധാന്യം വളരെ കുറവാണ്. ഇപ്പൊ നമ്മുടെ വീട്ടില് 10 പേരുണ്ട്.
ഈ 10 പേരിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോ നിങ്ങൾക്ക് 3 മക്കളുണ്ടെന്ന് വെച്ചോ, 2 മക്കളും വാപ്പായെ സപ്പോർട്ട് ചെയ്യും, ഒരു കുട്ടി മാത്രമേ ഉമ്മായെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് പറയും? ഈ മിക്ക മക്കൾക്കും വാപ്പായെ മതി എന്ന് പറയൂലേ? പറയൂലേ? ഒരു കുട്ടി നമുക്ക് സപ്പോർട്ടാണ്, പക്ഷെ എങ്കിലും നമ്മൾ പറയും മിക്കെണ്ണത്തിന് വാപ്പായെ മതി, ഉമ്മായെ വേണ്ടെന്ന് പറയും. അതുപോലെയാണ് ഇവിടെ അകത്തുള്ള ഗദ്യ സാഹിത്യകാരന്മാരുണ്ടെങ്കിലും കൂടുതൽ ആൾക്കാർ എന്താണ്, കവികളാണ്. സംശയം മാറി കിട്ടിയില്ലേ? ഇനി തെറ്റിക്കണ്ട. ഇനി ചിലപ്പോ ഇത് മാത്രമായിരിക്കും ഉണ്ടാവുക. കാരണം മോദമിൽ ഉദബാവുൽ അന്ദലുസിക്ക് വരെ മോദമു എന്താണ് മോദമിൽ ഉദബാവുൽ അന്ദലുസിയ ഷുറാ കിസസ് അംസാൽ എന്നൊക്കെ പറഞ്ഞു വരും. നിങ്ങളുടെ ഷുറാക്കളിൽ മാത്രം നോക്കിയാൽ മതി എന്നുള്ളൂ. ഇനി ഒരു ചോദ്യം നോക്കിക്കേ. അഹമ്മദ് ഷൗക്കിയും ഹാഫിദ് ഇബ്രാഹിമിനെയും പറ്റി പറയുന്നതിന് തെറ്റായ സ്ഥലം തിരഞ്ഞെടുക്കാം. ഇലാഹുമിനെ ഷുറാ ക്ലാസിക് കവികളാണ് രണ്ടുപേരും. ഷായിർ ഷുഅബ് എന്ന് വിളിക്കുന്നുണ്ട്. ഒരേ സമയമാണ് അവർ രണ്ടുപേരും മരിക്കും. ഒരേ വയസ്സിലാണ് അവർ, അതായത് ഒരേ വർഷമാണ് അവർ മരിക്കുന്നത്. ഇന്നലെ കുലൈഹിമ മവാഖിഫുൻ സിയാസിയത്തിൻ മുമാസിലത്തിൻ ഫി തജാഹിൽ ഇൻജിലീസി വൽ ഖസ്റുൽ മലക്കി ഫി മിസ്ർ. ഈജിപ്തിലെ കൊട്ടാരത്തില് ഉള്ള റൂൾസിനെതിരെയും അതേപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള നിലപാടുകൾക്കെതിരെയും എന്ത് ചെയ്തിരുന്നു അവര്? ഒരു പൊളിറ്റിക്കൽ നിലപാടെടുത്തിട്ടുള്ള ആൾക്കാരായിരുന്നു ഇവരെന്നുള്ളത്. നമുക്ക് ഉത്തരം നോക്കാം. 2 പേരാണ് ആൻസർ ചെയ്യുന്നത്. എല്ലാരും ആൻസർ ചെയ്തേ. ഒന്ന് ഓപ്ഷൻ എ ശരിയോ തെറ്റോ? ശരി അല്ലേ? ദാൽ ഇവിടത്തെ എ ദാലല്ലേ? അത് അതാണ് ഇവിടുത്തെ തെറ്റായ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ദാലാണ് തെറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 പേരെയും ഷായിർ ഷുഅബ് എന്ന് വിളിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ സാറേ. കാരണം വെച്ചാലേ ആദ്യം ഹാഫിൽ ഇബ്രാഹിമാണ് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത്. പിന്നെ അഹമ്മദ് ഷൗക്കിയും ഈ സ്പെയിനിലൊക്കെ നാടുകടത്തിയില്ലേ, അതിനുശേഷം രാജ്യസ്നേഹത്തിനെ കുറിച്ച് കൂടുതൽ എഴുതുന്നില്ലേ? ആ അർത്ഥത്തിൽ അദ്ദേഹത്തിനെ ഷായിർ ഷൗബ് എന്ന് വിളിക്കാറുണ്ടല്ലോ. ചരിത്രം പറയുന്നതാണേ. ചരിത്രം പറയുമ്പോൾ ഒരു ചെറിയൊരു ചരിത്രം കൂടി പറയേണ്ടതുണ്ട്. അതായത് ഈ രാജസ്നേഹത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയത് കൊണ്ടല്ല അദ്ദേഹത്തെ ഷായിർ ഷുഅബ് എന്ന് വിളിക്കാൻ കാരണം. അദ്ദേഹത്തെ നമ്മൾ പറയുന്നത് ഇത് ഷുറുൽ അറബിൽ ഹദീസ് മുഹാഫിദുൽ മുഅ്തദിലിൻ കവികളിൽപ്പെട്ടതാണ്. അതായത് ഇദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ ഇദ്ദേഹം തനത് ക്ലാസിക് കവിതകൾ മാത്രമാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ സ്പെയിനിലേക്കുള്ള നാടുകടത്തിൽ വന്നതിന് ശേഷം ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? പല വിഷയങ്ങളിലും കൂടുതൽ അദ്ദേഹം എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് അദ്ദേഹം ഫോക്കസ് ചെയ്ത ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാല് സമൂഹത്തിലുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ഉണ്ടായിരുന്ന ഭരണവ്യവസ്ഥകൾക്കെതിരെ ഇദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. ആഫ്റ്റർ ദ മൻഫ മിനൽ ഇസ്പാനിയ. ക്ലിയർ ആണോ? അതാണ് ഇദ്ദേഹത്തിന്റെ ഹന്നാഫാഹുലിൽ ഈ വിഷയം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ സാധനം മുമ്പ് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ കവിത ഇത് തുമൂഹിൽ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇതിന്റെ കവിതാ മേഖലയിൽ 2 സ്റ്റേജ് നമുക്ക് കാണാൻ പറ്റും. ഒന്നെന്ന് വെച്ചാൽ കൊട്ടാരത്തിനുള്ളിലെ ജീവിതമായിരുന്നു. അക്കാലഘട്ടത്തിൽ എന്തായിരുന്നു? അദ്ദേഹം കൊട്ടാരത്തിന് ഇംഗിതത്തിനനുസരിച്ച് അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്നാൽ അദ്ദേഹം സ്പെയിനിലേക്ക് നാടുകടത്തി വന്നതിന് ശേഷം അദ്ദേഹം അദ്ദേഹം ഈ ഒരു കൊട്ടാരത്തിലെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ജനങ്ങളുടെ പ്രശ്നങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഷായിർ ഷുഅബ് എന്നൊക്കെ നമ്മൾ വിളിച്ച കാരണം. സംജാ? ഞാനിത് വീണ്ടും പറയുന്നില്ല, നമുക്ക് നേരെ പോവാം. കാരണം ഹാദ ഷായിറു വസീറൻ ഫി മിസ്ർ സന 1882. 1882 ഈജിപ്തിന്റെ വെറും വസീർ അല്ല, വസീർ സുഹറ പ്രധാനമന്ത്രിയായിരുന്നു മൂപ്പര്. ആരാണ്? അതേപോലെ തന്നെ ഒരു മന്ത്രിയായ ഒരു കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട്. വെരി ഗുഡ്. 2 പേരാണെങ്കിലും മനസ്സിലായി. ഞാൻ വളരെ വേഗം പോവുകയാണ് കാരണം സമയമില്ലാത്തതുകൊണ്ടാണ്. മഹ്മൂദ് സാമി അൽ ബാറൂദി തന്നെയാണ് ശരിയായ ഉത്തരം. കാരണം ഇദ്ദേഹം ആദ്യം ഒരു മന്ത്രി പദം അലങ്കരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹം ആദ്യം അദ്ദേഹം പ്രധാനമന്ത്രി ആവുന്നുണ്ടോ? മുഹമ്മദ് സാമി അൽ ബാറൂദി? ഇല്ല. അദ്ദേഹം ആദ്യം ഒരു യുദ്ധകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം ഒരു ഫുൾ ഹർബിലായിരുന്നു അദ്ദേഹം യുദ്ധമാകുന്നത്. പക്ഷേ
ചില സാങ്കേതിക പിന്നീട് അവിടത്തുള്ള രാജാവിനെ നാട് കടത്തി ഇദ്ദേഹത്തെ ഓടിച്ച് പ്രധാനമന്ത്രിയാക്കുകയും ചെയ്തു. പക്ഷേ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ കാരണം അതേ വർഷം തന്നെ 1882 ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്, സിലാനിലേക്ക് ഇദ്ദേഹത്തെ നാട് കടത്തുന്നുണ്ട്. അവിടെ ഏകദേശം എത്ര വർഷക്കാലം അദ്ദേഹം ജീവിച്ചു മൻഫയില്? 17 വർഷം അല്ലേ? അദ്ദേഹം എന്നിട്ട് 1899 അല്ല 1900 അദ്ദേഹം തിരികെ വരുന്നുണ്ട്. ഇങ്ങനെ രണ്ടഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം തിരികെ വരികയും അവിടെ പിന്നീട് അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെടും വരെ അദ്ദേഹം ജീവിച്ച് മരിച്ചു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ ഇങ്ങനെ വായിക്കാൻ പറ്റും. ഓക്കെ, അതായത് ഇദ്ദേഹത്തിന് പ്രധാനമായിട്ടും ഇദ്ദേഹത്തെ നാട് കടത്താനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറാബി വിപ്ലവത്തിൽ പങ്കെടുത്തു എന്നുള്ള കുറ്റാരോപണം നടത്തിക്കൊണ്ടാണ്. ഓക്കെ, അപ്പം ഉറാബി വിപ്ലവത്തിൽ ഇദ്ദേഹം പങ്കെടുത്ത കാലത്ത്, അതായത് അഹമ്മദ് ഉറാബി നയിച്ചിരുന്ന ഒരു അവിടെ ഉണ്ടായിരുന്ന നിലവിൽ അന്ന് ഈജിപ്ത് ഭരിച്ചിരുന്ന ഭരണാധികാരികൾക്കെതിരെ അഹമ്മദ് ഉറാബി എന്ന് പറയുന്ന വ്യക്തി നടപ്പിലാക്കിയിരുന്ന ഒരു സൈനിക നടപടിയിൽ ആര് യോജിച്ചിരുന്നു? മഹമ്മൂദ് സാമി അൽ ബാറൂദി യോജിച്ചിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ രാജാവ് ഇദ്ദേഹത്തിനെതിരെ ഭഷ്ട് കൽപ്പിക്കുകയും, നമുക്കറിയാലോ പല രാജ്യങ്ങളിലും പ്രധാനമന്ത്രി സ്ഥാനമുണ്ടെങ്കിൽ, ബ്രിട്ടനിൽ പോലെ അങ്ങനെയാണ്, പ്രധാനമന്ത്രി സ്ഥാനമുണ്ടെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആര് തന്നെയാണ്? അവിടുത്തെ രാജാവ് തന്നെയാണ്. അപ്പോ അങ്ങനെ ഇദ്ദേഹം രാജാവ് അവിടത്തെയുള്ള ഈ ഇത്തരത്തിലുള്ള റൂൾസിനെതിരെ അദ്ദേഹം പോരാടാൻ വേണ്ടിയിട്ട് അഹമ്മദ് ഉറാബിയുടെ സംഘത്തിൽ ചേർന്ന് ഒന്ന് കുറ്റാരോപിച്ചുകൊണ്ട് ഇംഗ്ലീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തെ ഇന്നത്തെ സിലാനിലേക്ക് അഥവാ ശ്രീലങ്കയിലേക്ക് സറന്ദീപിൽ ഇദ്ദേഹത്തെ നാട് കടത്തുന്നുണ്ട്. അദ്ദേഹം അവിടെ ഏകദേശം 17 വർഷക്കാലത്തോളം ജീവിച്ചിരുന്നു എന്ന് കാണാൻ പറ്റും. ഇക്കാലയളവിലാണ് അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം അക്കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം 30ഓളം കവികളുടെ എന്ത് ചെയ്യുന്നുണ്ട്, കവിതകളൊക്കെ അദ്ദേഹം ക്രോഡീകരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് എന്ന് കാണുന്നുണ്ട്. എന്നാൽ ഹുദൈബി അബ്ബാസ് സാനി, ഹുദൈബി അബ്ബാസ് സാനിയുടെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുകയും അദ്ദേഹത്തിന്റെ ശ്രമപരമായി ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം നാട്ടിലേക്ക് തിരികെ വരികയും അവിടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിലെ സാഹിത്യകാരന്മാരോടൊക്കെ അദ്ദേഹം ജീവിച്ചുകൊണ്ട് മരിക്കുകയും ചെയ്യുന്നു. 1904 അദ്ദേഹം കൈറയിൽ വെച്ചിട്ടാണ് മരിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. മഹ്മൂദ് സാമി അൽ ബാറൂദി മിൻ മിസരി ബിത്തിഹാം ഇഷ്തറാക്കി, അദ്ദേഹം എന്തിൽ പങ്കെടുത്തു എന്ന് കുറ്റാരോപണം നടത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ ഈജിപ്തിൽ നിന്നും നാട് കടത്തിയത്. ബിൻഷിവ യുദ്ധത്തിൽ പങ്കെടുത്തത് കൊണ്ടാണോ? സൗറത്ത് 1919 ഇൻകിലാബുൽ, അവിടെ അൽക്കിലാബ് അല്ല കേട്ടോ, ഇൻകിലാബുൽ മിസ്രി ആണോ? സൗറത്തുൽ ഉറാബിയാണ്. ഏതാണ്? സൗറത്തുൽ ഉറാബിയാണ്. ഓക്കെ, എന്താണ് ഈ ഹാദിസത്ത് ദിൻഷിവായ്? നിങ്ങൾക്ക് അറിയോ? ഹാദിസത്ത് ദിൻഷിവായ് അറിയാം നിങ്ങൾക്ക്? ഈ പട്ടാളക്കാരായിട്ടുള്ള കുറച്ച് ആൾക്കാര് എന്ത് ചെയ്യുന്ന ദിൻഷിവ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് പോവുകയും അവരവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഇങ്ങനെ കുറച്ച് അവിടെയുള്ള പ്രാവുകളെ വെടിവെച്ചിടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പോകുന്ന ഇടയില് ഒരാൾക്ക്, അവിടെ സിവിലിയനായിട്ടുള്ള ഒരാൾക്ക് മരിക്കും. അപ്പൊ ഇവർക്കെതിരെ തിരികെയാണ്, അതായത് ഈ ഇംഗ്ലീഷുകാരായിട്ടുള്ള പട്ടാളക്കാർക്കെതിരെ അവിടത്തെ ദിൻഷിവായിലുള്ള ആൾക്കാർ തിരിയുന്ന ഒരു സംഭവമാണ് ദിൻഷിവായ് യുദ്ധം എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയോ? അതായത് 1906 നടക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സൗറത്ത് 1919. എന്താ 1919 കലാപം എന്ന് പറയണോ? അറിയോ? 1919 കലാപത്തെ കുറിച്ച് അറിയോ? വളരെ പ്രധാനപ്പെട്ട ഒരു കലാപമാണ് ഈ 1919 കലാപം എന്ന് പറയുന്നത്. ഈ നമ്മള് പല ആൾക്കാരുടെയും സാഹിത്യ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് എന്നൊക്കെ പറയൂലേ, നിങ്ങൾ ഏതൊരു സാഹിത്യകാരനെ എടുത്തു നോക്ക്, നിങ്ങൾ അവിടെ പറയുന്ന ഒരു സാധനമാണ് എന്ത്, ഓക്കെ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ദിൻഷിവ യുദ്ധത്തിലില്ലേ, 1906 നടക്കുന്നത്. അവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ബ്രിട്ടീഷ് പട്ടാളക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രാവിന് വെടിവെക്കാൻ വേണ്ടിട്ട് ദിൻഷിവായ് ഗ്രാമത്തിലേക്ക് പോവുകയും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അബദ്ധവശാൽ ഒരു സ്ത്രീയെയാണ് ഇവർ കൊലപ്പെടുത്തുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ആ ബ്രിട്ടീഷുകാർക്കെതിരെ തിരികെയാണ് ചെയ്യുന്ന സംഭവം. ഇനി 1919 യുദ്ധം എന്ന് പറയുന്നത് എന്താണ്?
ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഈജിപ്ഷ്യൻ സിവിലിയൻസ് തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു കൂട്ടം എന്താണ് യുദ്ധങ്ങൾ 1919 യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ലീഡർ എന്ന് പറയുന്നത് ആരായിരുന്നു? ഷാജി സാവരൂലായിരുന്നു. ഷാജി സാവരൂലിനോടൊപ്പം എന്താണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം എന്താണ് ആൾക്കാരും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ഈ ഷാജി സാവരൂൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു എന്താണ് രാഷ്ട്രീയ നേതാവാണ് ഈജിപ്തിലെ കാലഘട്ടത്തിലെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് വേണം നമ്മൾ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നതൊക്കെ പോലെ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് വേണം എന്ത് ചെയ്യുന്നുണ്ട് 1923 ഇവരെന്ത് ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നുണ്ട്. ഈ 1919 യുദ്ധം എന്ന് പറയുന്നത് 1922 വരെ നീണ്ടു നിന്നിരുന്ന ഒരു യുദ്ധമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അത്രയും കാലം നീണ്ടു നിന്ന ഒരു യുദ്ധം, ഏകദേശം 4 വർഷത്തോളം നീണ്ടു നിന്ന യുദ്ധത്തിന്റെ ഒടുവിൽ എന്ത് ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷുകാർ ഇവരിൽ നിന്നും പിരിഞ്ഞു പോകുന്നുണ്ട് നമുക്ക് ചുരുക്കത്തിൽ പറയാൻ പറ്റും. അങ്ങനെ അവിടെ ഭരണഘടനയൊക്കെ സ്വന്തമായിട്ടൊരു ഭരണഘടനയൊക്കെ രൂപപ്പെടുന്നുണ്ടെന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇതിന്റെ ഇടയിൽ കുറെ എന്താണ് 1-ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് കുറെ വിഷയങ്ങളൊക്കെ പറയാനുണ്ട്. ഈ ഇൻഖിലാബുൽ മിസ്രി 1952 എന്ന് പറയുന്നത് 1952 ജൂലൈ 23 നടന്നിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട് ഈ ഈജിപ്തിലെ എന്താണ് രാജവ്യവസ്ഥക്കെതിരെ നടന്നിട്ടുള്ള ഒരു സൈനിക വിപ്ലവത്തെയാണ് ഇൻഖിലാബുൽ മിസ്രി എന്ന് പറയാം, അല്ലെങ്കിൽ സൗറത്ത് ലുബ്ബാത്തുൽ അഹ്റാർ എന്ന് പറയും. സൗറത്ത് ലുബ്ബാത്തുൽ അഹ്റാർ എന്ന് നമ്മൾ പറയാം. ഓക്കെ, അതായത് ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈജിപ്തിലെ ഭരണവ്യവസ്ഥയെ എന്താണ് ഈ മറ്റേ രാജവ്യവസ്ഥ ഉണ്ടല്ലോ, കാലഘട്ടത്തിൽ നിലനിന്ന രാജവ്യവസ്ഥയെ അവസാനിപ്പിക്കണമെന്നും ഈ അവിടെ ഭരിച്ചിരുന്ന രാജാവായിരുന്ന ഫാറൂഖുൽ അവലിനെ ഇറ്റലിയിലേക്ക് നാട് കടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഇവരെ തിരിച്ചെന്ത് വരണം, ഒരു ഭരണഘടനാ എന്താണ് റിപ്പബ്ലിക് രാജ്യമായിട്ട് ഇവരെ മാറ്റണം എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ക്ലിയർ ആയോ? ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. എന്താണ് 1919 യുദ്ധം എന്താണ്, 1952 യുദ്ധം എന്താണ്, ദിൻഷിവ യുദ്ധം എന്താണെന്നൊക്കെ പറഞ്ഞ് ചോദ്യം വരും. ക്ലിയർ ആയോ? ഈ സൗറത്തിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരും കൂടിയുണ്ട്, സൗറത്തു 23 ജൂലൈ എന്ന് പറയാറുണ്ട്. അതായത് ജൂലൈ 23 കലാപം എന്നും പറയപ്പെടാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഇനി കൂടുതലായിട്ട് ചരിത്രം പറഞ്ഞ് നിങ്ങളെ വഷളാപ്പിക്കുന്നില്ല. ഇനി അടുത്തത് ഒരു വരികളാണ്. ലൗകാനലിൽ മർഇ ഫൈറുൻ ഫി അവാഖിബിഹി മാ ശാബ അഖ്ലാഖുഹു തിർസുൻ വലാ തിമഉൻ. ഇത് ആരുടെ വരികളാണ്? ലൗകാനലിൽ മർഇ ഫൈറുൻ ഫി അവാഖിബിഹി മാ ശാബ അഖ്ലാഖുഹു. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. ആരും പറയാത്തത് കൊണ്ടാണ്. മഹ്മൂദ് സാമി അൽ ബാറൂദിയുടെ തന്നെ വരികളാണ് കേട്ടോ. ബാറൂദിയുടെ തന്നെ വരികളാണ് എന്ത് ഈ പറയുന്ന വരികൾ. അപ്പോ ഖൈദുൽ അവാബിദ് എന്ന് പറയുന്ന എന്താണ് ഖൈദുൽ അവാബിദ് എന്ന് പറയുന്നത് ആരുടെ വരികളാണ്? ഖൈദുൽ അവാബിദ് ആരുടെ വരികളല്ല, ആരുടെ പുസ്തകങ്ങളിൽപ്പെട്ടതാണ് ഖൈദുൽ അവാബിദ്? ഇത് അതെ, ഓക്കെ. മഹ്മൂദ് സാമി അൽ ബാറൂദിയുടെ പദ്യമാണോ ഗദ്യമാണോ ഖൈദുൽ അവാബിദ്? അദ്ദേഹത്തിന്റെ നസറാണ്. ഇത്രയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അദ്ദേഹത്തിന്
മദ്ഹ് കാവ്യുണ്ട് ആർക്ക്? മഹ്മൂദ് സാമി അൽ ബാറൂദിക്ക്. കശ്ഫുൽ ഉമ്മ ഫി മദ്ഹി സയ്യിദുൽ ഉമ്മ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹില് എന്തുണ്ട്? ഒരു ബൈത്തുകളുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുന്നിടത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ എന്താണ് അതേ നഫ്സിലാണ് അദ്ദേഹം പറയാറുള്ളതെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അടുത്ത് നോക്കിക്കേ, നഫി അഹമ്മദ് ഷൗക്കി ഇലാ സറന്ദീബ്, ശരിയോ തെറ്റോ എന്നുള്ളതാണ്. 2, റായിദ് ഷിറുൽ മസ്റഹിയത്തുൽ അറബിയ ഫിൽ അദബുൽ അറബി, അലി ബക്കൽ കബീർ മിൻ മുഅല്ലഫാത്തി അഹമ്മദ് ഷൗക്കി, കാന ഷൗക്കി ഷായിറൻ റംസിയ. അതായത് സിംബോളിക് ആയിട്ടുള്ള ഒരു കവിയാണെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം എന്താണ് അഹമ്മദ് ഷൗക്കി എവിടെയൊക്കെ നമ്മൾ നടപ്പിലാക്കിയത്? സ്പെയിനിലാണ് അല്ലെ? നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. അദ്ദേഹമല്ലേ ഈ പറയുന്ന നാടക കവിതകളുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്? അല്ലെ? അതിന് വ്യത്യാസമില്ലല്ലോ. ഇനി അലി ബക്കൽ കബീർ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് എന്താണ്? അദ്ദേഹത്തിന് മസ്റഹിയത്താണ്. വെറും മസ്റഹിയാണോ അലി ബക്കൽ കബീർ? മൽഹാത്തല്ല, അദ്ദേഹത്തിന്റെ മഹസാത്തിൽപ്പെട്ട ഒരു എന്താണ് നാടക കവിതയാണ് ഈ പറയുന്ന എന്താണ് അലി ബക്കർ കബീർ എന്ന് പറയാം അല്ലെ. പിന്നെ കാന അഹമ്മദ് ഷൗക്കി ഷായറൻ റംസിയൻ ആണോ അദ്ദേഹം? സിംബോളിക് ആയിട്ടുള്ള കവിയാണോ? ആണോ? സിംബോളിക്കനാണ്. ഇപ്പൊ എന്താണ്? ഒരു ക്ലാസിക്കൽ കവിയാണ്. അമീർ ഷുറ ആരാണ്? പെട്ടെന്ന് പോയതോട്ടെ, അതൊക്കെ കുറെ നമുക്ക് ഓട്ടിച്ചുവിടാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. എല്ലാരും അറിയാമെങ്കിൽ അറിഞ്ഞൂടെങ്കിലും ടൈപ്പ് ചെയ്തോളി. അഹമ്മദ് ഷൗക്കിയെ നമ്മൾ പറയുന്ന പേരാണ് അമീർ ഷുറ എന്ന് വിളിക്കുക. അദ്ദേഹത്തിന് ഏത് വർഷമാണ് അമീർ ഷുറ എന്ന ലഖബ് കിട്ടുന്നത്? അറിയോ? 1927 ഏത് വർഷത്തിലാണ്? 1927 അമീർ ഷുറ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. ആ വർഷം നോട്ടേണ്. ഷാറുൽ ഹുദൈബി അബ്ബാസിന്റെ കവി എന്നറിയപ്പെടുന്ന ആരാണ്? ഇസ്മായിൽ സുബൈരി, അഹമ്മദ് ഷൗക്കി, ഹാഫിദ് ഇബ്രാഹിം തൂക്കാൻ. ഓക്കെ, നമുക്കറിയാം 1891 അദ്ദേഹം ഈജിപ്തിലേക്ക് വരികയും അദ്ദേഹം ഈ കലമുൽ ഇഫ്രഞ്ചിയുടെ, അതായത് ഈ ഹുദൈബി അബ്ബാസിന്റെ കലമുൽ ഇഫ്രഞ്ചിയുടെ റയീസായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന ഹുദൈബി അബ്ബാസിന്റെ ഒരു പ്രധാന കവിയായി തന്നെ ഇദ്ദേഹം കൊട്ടാര കവിയായി മാറുന്നുണ്ട്. അദ്ദേഹത്തെ ഏകദേശം 1891 അദ്ദേഹം ഏകദേശം 20ഓളം വർഷക്കാലം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം എവിടെ ചിലവഴിക്കുന്നുണ്ട്? അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ജീവിക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ 1894 ഈ ഹുദൈബി അബ്ബാസ് ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ജുനൈഫിൽ നടന്നിട്ടുള്ള സാഹിത്യകാരന്മാരുടെ ഒരു കോൺഫറൻസിൽ ഇദ്ദേഹത്തെ പറഞ്ഞേക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട്. എത്രയേറെ ഇദ്ദേഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ഹുദൈബി അബ്ബാസ്. അദ്ദേഹത്തിന്റെ കൊട്ടാര കവിയായിരുന്നു. ഇംഗ്ലീഷ് ഷായർ അഹമ്മദ് ഷൗക്കി, ഏത് നാട്ടിലേക്കാണ് ഇംഗ്ലീഷുകാര് അഹമ്മദ് ഷൗക്കിയെ നാട് കടത്തിയത്? ഇറാഖിലേക്കാണോ, അൾജീരിയയിലേക്കാണോ, സ്പെയിനിലേക്കാണോ, ലെബനോണിലേക്കാണോ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണ വ്യവസ്ഥക്കെതിരെ ആര് തിരിഞ്ഞു? ഈ പറയുന്ന അഹമ്മദ് ഷൗക്കി തിരിയുന്നുണ്ട്. പ്രത്യേകിച്ചും ഹുദൈബി അബ്ബാസിന്റെ കൊട്ടാര കവിയാണല്ലോ അഹമ്മദ് ഷൗക്കി. അപ്പൊ ഈ അഹമ്മദ് ഷൗക്കി ബ്രിട്ടീഷുകാരുടെ ഹുദൈബി അബ്ബാസിനെ പിൻവലിച്ച ബ്രിട്ടീഷുകാരുടെ പൊളിറ്റിക്കൽ നിലപാടിനെതിരെ ആര് ചോദ്യം ചെയ്തു? അഹമ്മദ് ഷൗക്കി ചോദ്യം ചെയ്യുകയും അദ്ദേഹം തുർക്കിയോടും അതേപോലെ തന്നെ ജർമ്മനിയോടൊക്കെ
എന്താണ് ഒരു വല്ലാതെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നതാണ്. അപ്പോ അതിനുശേഷം തുർക്കിയോടും അതേപോലെ തന്നെ എന്താണ് അൽമാനിയോടൊക്കെ ജർമ്മനിയോടൊക്കെ കുറച്ച് ചായ്വുള്ള ഹുസൈൻ കാമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന അബ്ബാസുൽ ഹിൽമിക്ക് ശേഷം ഹുസൈൻ കാമിലിനെ ആര് ഭരണാധികാരിയായിട്ട് വെക്കാണ്, അവിടെ ബ്രിട്ടീഷുകാര് ഭരണാധികാരിയെ വെക്കാണ്. അപ്പോ ഇതിന് എതിരെ ആര് സംസാരിച്ചു? അഹമ്മദ് ഷൗക്കി സംസാരിച്ചു. അപ്പൊ ഈ ഒരു കുറ്റാരോപണം നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ കുടുംബത്തോടൊപ്പം സ്പെയിനിലേക്ക് അദ്ദേഹത്തെ നാട് കടത്തി. ഇക്കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഒരുപാട് പ്രധാനപ്പെട്ട സ്പെയിനിലെ ഇസ്ലാമിക പൗരാണിക സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഒരുപാട് കവിതകളൊക്കെ രചിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 1919 അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. ഇനി أجمع النقاد على أنه كان تعبيرا عادلا من عشرة قرون خلت من التاريخ اللادب بعد المتنبي لم يظهر فيها شاعر موهوب لم يصل من قطع من وحي شعر. അതായത് ചില നിരൂപകന്മാര് എന്ത് ചെയ്യുന്നുണ്ട്, അഭിപ്രായപ്പെടുന്നുണ്ട്, അന്നഹു കാന തഅബീദൻ ആലിരൻ, എന്താണ് ഒരു നീതിമാനായ ഒരു കവിയായിരുന്നു അദ്ദേഹം. മിൻ അശ്റത്തി ഖുറൂൻ 10 നൂറ്റാണ്ടുകൾക്ക് ശേഷം, ഖലത്ത് മിൻ താരീഖുൽ അറബി ബഅദൽ മുത്തനബി, മുത്തനബിക്ക് ശേഷം അറബി സാഹിത്യ ചരിത്രം ഒഴിച്ചു വെച്ച 10 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉടലെടുത്തിട്ടുള്ള ഒരു എന്താണ് നീതിമാനായ കവിയായിരുന്നു. ലം യദ്ഹറു ഫിഹാ ഷാഇറുൻ മൗഹൂബുൻ, അദ്ദേഹത്തിന് ശേഷം എന്താണ് അതുവരെ ആരും കണ്ടിട്ടില്ല, എന്താണ് ഷാഇർ മൗഹൂബ്, നല്ല കഴിവുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു കവിയും കണ്ടിട്ടില്ല. യസ്ലു മൻഖത മിൻ വഹിയ ഷിർ, എന്താണ് കവി അതാണ് യസ്ലു മൻഖത മിൻ വഹിയ ഷിർ, കവിതയുടെ വഹിയ അവസാനിപ്പിച്ചതിന് ശേഷം ഒരു എന്താണ് സ്കിൽഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കഴിവുള്ള ഒരു ഇദ്ദേഹത്തോടല്ലാതെ എന്തെയ്യുന്നില്ല, ഒരു കഴിവുള്ള ഒരു കവിയും ഉദയം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ മുത്തനബിക്ക് ശേഷം ഏറ്റവും നല്ല ഒരു കവി വരുന്നത് ഇദ്ദേഹത്തോടൊപ്പമാണ്. അതിനിടയിലുള്ള 10 നൂറ്റാണ്ടുകാലം എന്ത് ചെയ്യുന്നില്ല, അറബിക് കവിതയിൽ വലിയ കവിത്വമുള്ള ആൾക്കാരും ജനിച്ചിട്ടില്ല. ഇത് ആരെ പറ്റി വസ്തു ചെയ്യുന്നതാണ്? ഖലീൽ മുത്തനെ കുറിച്ചിട്ടാണോ, ബാറൂദിയെ പറ്റിയിട്ടാണോ, അഹമ്മദ് ഷൗക്കിയെ പറ്റിയിട്ടാണോ, ഹാഫിദ് ഇബ്രാഹിമിനെ പറ്റിയിട്ടാണോ? ഇതും ആരെപ്പറ്റി തന്നെയാണ്? അഹമ്മദ് ഷൗക്കി. കാരണം അത്രയേറെ പ്രഗത്ഭനായ അദ്ദേഹത്തെ അമീർ ഷൂറ എന്നല്ലേ വിളിക്കുന്നത്, അത്രയേറെ പ്രഗത്ഭനായിട്ടുള്ള ഒരു കവിയാണ് അദ്ദേഹം. ഇനി ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു വരികളാണത്, കുന്നിൽ മുഅല്ലിമി വഫ്ഫിഹി തബ്ജീല വകാദൽ മുഅല്ലിമു അൻ യകൂന റസൂല എന്നുള്ളത്. ഇനി മറ്റൊരു വരി നോക്കിക്കേ, അമീർ അൽ ഖവാഫി ഖദതൈത മബായിഅൻ വഹദൈ വഫൂദി ശർഖി ഖദ ബായഅതു മഈ. ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ, കാഫിയുടെ അമീറെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളെ ബൈഅത്ത് ചെയ്യുന്നുണ്ട്, അതായത് നിങ്ങളെ അമീർ ഷുവറായി ബൈഅത്ത് ചെയ്യുന്നുണ്ട്. വഹദ വഫൂദി ശർഖി ഖദ ബായഅതു മഈ, എന്നോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, എന്നോടൊപ്പം ഈ എന്താണ് ഷർക്ക് പ്രദേശം അറബികൾ മുഴുവനും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അമീർ ഷുവറായിട്ട് ബൈഅത്ത് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഇതാരാണ് പറഞ്ഞത്? അഹമ്മദ് ഷൗക്കിയാണോ, ഹാഫിദ് ഇബ്രാഹിം ആണോ, ഖലീൽ മുത്തറാനാണോ, ഖലീൽ ജിബ്രാനാണോ? യെസ്, വെരി ഗുഡ്, മബ്രൂക്ക്, ഹാഫിദ് ഇബ്രാഹിം ആണ്. ക്ലിയർ അല്ലേ? ഇനി ഷിഅറുൽ മുനാസിബാത്തിന്റെ കവി ആരാണ്? ഷിഅറുൽ മുനാസിബാത്ത്. ഒക്കേഷൻ കവികൾ എന്നൊക്കെ പറയും. ഒക്കേഷൻ കവി, പ്രത്യേകിച്ചും രാജാവിന്റെ ഏതെങ്കിലും നല്ലൊരു നേട്ടത്തിന് വേണ്ടി കവിത പാടുക, അല്ലെങ്കിൽ രാജ്യപ്രീതിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ കവിത പാടുക എന്നുള്ളതാണ്. ഇതും അഹമ്മദ് ഷൗക്കിയുടെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, അഹമ്മദ് ഷൗക്കിയുടെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയിൽപ്പെട്ട തന്നെയാണ് പറയുന്ന ഷിറുൽ മുനാസിബാത്ത് എന്ന് പറയാം. അത് ഉമ്മഹാത്തുൽ കുത്തുബിലൊന്നും ഇങ്ങനെ കൃത്യമായത് പറയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അഹമ്മദ് ഷൗക്കിയെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, പഠനങ്ങളുണ്ട്. അതിൻ്റെ അകത്തൊക്കെ ഷിറുൽ മുനാസിബാത്തുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. മുമ്പ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പോയിന്റ്, ഈ സെറ്റിന്റെ ചോദ്യപേപ്പർ കാണുന്നതിന് മുമ്പ് വരെ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞത്. ഈ നെഹ്ജുൽ ബുർദ എന്ന് പറയുന്നത് ആരാണ് രചിച്ചത്? നെഹ്ജുൽ ബുർദ ആരുടേതാണ്?
ഇത് മുമ്പ് PSC പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോ നെഹ്ജുൽ ബുർദ എന്ന് പറയുന്നത് 190ഓളം വരികളുള്ള ബൈത്തുകളാണ് നെഹ്ജുൽ ബുർദ എന്ന് പറയുന്നത്. അപ്പം അത് ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഖാഫിയയിലും ബഹറിലുമാണ് അത് രചിക്കുന്നത്. ഇപ്പൊ നോക്കിക്കേ, എന്നുള്ളതാണ് അതിന്റെ തുടക്കം. റയ്യിം അലൽ ഖായി ബൈനൽ ബാനി വൽ ഖലമി വഹല്ല സഫ്ഖി ദമ്മി ഫിൽ അഷ്ഹരിൽ ഹറുമി എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നഹ്ജുൽ ബുർദയുടെ തുടക്ക വരികൾ. ഓക്കെ, ഇപ്പം ഇദ്ദേഹം എന്താണ് ഹുദൈബി അബ്ബാസ് ഹജ്ജ് ചെയ്തതിന്റെ ഓർമ്മകളൊക്കെ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഇതിനകത്ത് കുറിക്കുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അവലുമൻ കത്തബൽ മസ്റഹിയത്തു ഷെരിയ ബൈനൽ അറബ് ആരാണ്? മാറൂൻ നക്കാഷാണ്, അഹമ്മദ് ഷൗക്കിയാണ്, അബൂ ഖലീൽ ഖബ്ബാനിയാണ്, യാക്കൂബ് സനുവാണ്. ആരാണ്? അഹമ്മദ് ഷൗക്കിയാണ്. ഓക്കെ, നമുക്കറിയാം. ഇനി എന്താണ് മാറൂൻ നക്കാഷിന്റെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ നാടകം ബഖീല് മാറൂൻ നക്കാഷ്. അവലുമൻ കത്തബൽ മസ്റഹിയ അല്ലെ, അവലുമൻ കത്തബൽ മസ്റഹിയ എന്നുള്ളത്. ഇനി എന്താണ് അബൂ ഖലീൽ ഖബ്ബാനിക്ക് ഒരു പ്രത്യേകത? എന്താണ് ആ പ്രത്യേകത അറിയോ? റായിദുൽ മസ്റഹു അൽ ഖനാഇ എന്ന് പറയും. ഒപ്പേറ ജനർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് എന്തുണ്ട് നാടകങ്ങളാണ്. അതിന്റെ ഫൗണ്ടറാണ് ആര്? പറയുന്ന അബൂ ഖലീൽ ഖബ്ബാനി. ഇനി യഅ്ഖൂബ് സുനൂ, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? യഅ്ഖൂബ് സുനൂ ആരെ? യഅ്ഖൂബ് സുനൂ ആരാ? ഇദ്ദേഹം ഏത് നാട്ടുകാരനാണെന്ന് അറിയോ? യഅ്ഖൂബ് സുനൂ അദ്ദേഹം ലബനാനി സാഹിത്യകാരനാണ് കേട്ടോ. ആര്? യഅ്ഖൂബ് സുനൂ എന്താണ്? സോറി, അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ സാഹിത്യകാരനാണ്. അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ സാഹിത്യകാരനാണ് യഅ്ഖൂബ് സുനൂ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് റായിദുൽ മസ്റഹുൽ വത്തനി, എന്താണ് ഈജിപ്ഷ്യൻ എന്താണ് വത്തനി നാടകങ്ങളുടെ ഒരു റായിദാണ് ആര്? യഅ്ഖൂബ് സുനൂ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മളത് പിന്നീട് പറയും. ഇനി ഇദ്ദേഹത്തിന്റെ മഅ്സാത്തിൽ പെടാത്ത നാടകങ്ങൾ ഏതാണ്? മുസ്ര, ക്ലിയോപാത്ര, മജ്നൂൻ, ലൈല, സിത്ത്, ഹുദ, അൻതറ. നമ്മൾ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ 2 രൂപത്തിലാണ്. മഅ്സാത്തും ഉണ്ട്, മൽഹാത്ത് എന്ന് വെച്ചാൽ. എന്താ ഈ മഅ്സാത്ത് എന്ന് വെച്ചാല്? എൻഡിങ് എന്താവും? ഇപ്പം മൽഹാത്ത് എന്ന് വെച്ചാലും ഹാപ്പി എൻഡിങ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് മൽഹാത്തിൽ പെടാത്ത, മഅ്സാത്തിൽ പെടാത്ത എന്താണ്? സിത്തൂദൻ. അപ്പൊ സ്വാഭാവികം എന്താണ്? മൽഹാത്താണ് അല്ലെ. ഓക്കെ, മിൻ മസ്റഹിയാത്തി ഷൗക്കി ഷംസുൻ നഹാർ, അലി ബക്കൽ കബീർ, ഔദത്തുൽ വഈ, വഈ അൽ മഫ്കൂദ്. യെസ്, അലി ബക്കൽ കബീർ എന്നുള്ള. ഇനി അഷ്ഹറു മസ്റഹിയത്തുൻ ഷിഅരിയ ലി അഹമ്മദ് ഷൗക്കി, അഹമ്മദ് ഷൗക്കിയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നാടക കവിതയാണ് മഅ്സാത്തുൽ ഹല്ലാജ്, അബ്ത്വാലുൽ മൻസൂറ, മുസ്റഉ ക്ലിയോപാത്ര, ഔറൽ ഷിനു അൽ ജദീദ. ശരി, ഏതാണ്? മുസ്റ, ക്ലിയോപാത്ര, കമ്മീസ്, അലി ബക്കൽ കബീർ എന്നൊക്കെ പറയും. മഅ്സാത്തുൽ ഹല്ലാജ് ആരുടെയാണ്? മഅ്സാത്തുൽ ഹല്ലാജ് അറിയോ? സൊലാ അബ്ദുൽ സബൂറിന്റെയാണ്. പിന്നെ അബ്ത്വാലുൽ മൻസൂറയോ അറിയോ? ഇബ്രാഹിം റംസിയുടെയാണ്. ഇബ്രാഹിം റംസിയുടെയാണ് എന്ത്? ഈ പറയുന്ന
അബത്തോലുൽ മൻസൂറ എന്ന് പറയുന്നത്. ഇനി ഔറശലീം അൽ ജദീദത്ത് എന്ന് പറയുന്നത് ഫർഹ് അന്ദൂന്റെ ഒരു നോവലാണ്. ഫർഹ് അന്ദൂന്റെ ഒരു നോവലാണ് ഔറശലീം അൽ ജദീദത്ത് എന്ന് പറയുന്നത്. പേരുകളൊക്കെ മനസ്സിലാക്കാൻ നിർബന്ധമാണ്. മാസാത്തുൽ ഹല്ലാജ്, സൊലാബ് സൗർ, അബ്താൽ മൻസൂറ, ഇബ്രാഹിം റംസി, ഔറശലീം അൽ ജദീദ, ഫർഹ് അന്ദൂർ, മിസ്ര ക്ലിയോപാത്ര, അഹമ്മദ് ഷൗക്കി. ഇനി മജ്നൂൻ ലൈല ആരുടേതാണ്? മജ്നൂൻ ലൈല ആരുടേതാണ്? അഹമ്മദ് ഷൗക്കിയുടെ തന്നെയാണ്. അമീറത്തുൽ അന്ദുലുസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മസ്റഹിയ ഷഅരിയ നാടക കവിതകളാണോ, മസ്റഹിയത്തുൽ നസരിയ ഗദ്യ നാടകങ്ങളാണോ, ഖസീദത്തുൽ നസരിയ ഗദ്യ കവിതകളാണോ, റിവായത്തുൽ ഖയാലിയ ഭാവന നോവലുകളാണോ? ഓക്കെ, നമുക്ക് നോക്കാം. മസ്റഹിയത്തുൻ ഷഅരിയ നാടക കവിതകളാണ് എന്നുള്ളതാണ്. പിന്നെ ഷാഇറുന്നീൽ ആരാണ്? ഇബ്രാഹിം ഹാഫിദ് ഇബ്രാഹിം, അഹമ്മദ് ഷൗക്കി, ഇസ്മായിൽ സബരി, ബാറൂദി. ആരാണ്? ഷാഇറുന്നീൽ അഹമ്മദ് ഷൗക്കിയാണ്, അല്ല ഹാഫിദ് ഇബ്രാഹിം ആണ്. അദ്ദേഹം ഏത് ദിവസമാണ് മരിക്കുന്നതെന്നാ ചോദ്യം കേട്ടോ. ഇങ്ങനെയൊക്കെ ചോദ്യം വരാം. നോക്കിക്ക്, ഏത് ദിവസമാണ്? അഹദിലാണോ, ഇസ്നൈനിലാണോ, ജുമയിലാണോ, ഹമീസിൽ? നിങ്ങള് ആൻസർ ചെയ്തോ? ഏത് ദിവസം മരിക്കണേ മൂപ്പര്? ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു കേട്ടോ. വ്യാഴാഴ്ച ദിവസം 1932 വ്യാഴാഴ്ച ദിവസം മൂപ്പര് മരിക്കണം. ഡേറ്റ് ഓർമ്മ ഉണ്ടോ? ഹാഫിദ് ഇബ്രാഹിം മരിക്കുന്ന ഡേറ്റ് ഓർമ്മ ഉണ്ടോ? 1932 എനിക്കും അറിയാം. ഡേറ്റ് ഞാൻ ചോദിക്കുമ്പോ നിങ്ങള് 32 എന്ന് പറഞ്ഞാല് വർഷല്ലേ? ജൂലൈ 21 കേട്ടോ. ജൂലൈ 21 ഒരു വ്യാഴാഴ്ച ദിവസമാണ് മൂപ്പര് ഈ ലോകത്തുനിന്ന് വിട പറയണത്. അപ്പൊ ഡേറ്റ് ഒക്കെ പഠിച്ചു വെച്ചോളി. ഇദ്ദേഹത്തിന്റെ കേട്ടോ, എല്ലാവരുടെ അല്ല, ഇദ്ദേഹത്തിന്റെ ഒക്കെ പഠിച്ചു വെച്ചോളി, കാരണം ആവശ്യം വരും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ദിൻഷിവായി ഏത് വർഷമാണ് നടക്കുന്നത്? നമ്മൾ ദിൻഷിവായി നേരത്തെ പറഞ്ഞതാണ്. 900-ലാണോ, 902-ലാണോ, 899-ലാണോ, 906-ലാണോ? ഇവിടെ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്, തൊട്ട് മുമ്പ് സ്റ്റഡി പറഞ്ഞതാണ്. എന്താണ് ചരിത്രമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ദിൻഷിവായെ കുറിച്ച് നന്നായിട്ട് പഠിച്ചു പോവുക. 906-ലാണ് നടക്കുന്നത്. നമ്മൾ പറഞ്ഞതാണ്, സംഭവമൊക്കെ പറഞ്ഞതാണ്. പക്ഷെ നമ്മളിങ്ങനെ പറയാനൊരു കാരണം ഉണ്ടായിരുന്നു. ഹസരത്ത് ദിൻഷിവായ് എന്ന് പറഞ്ഞ കവിത ഒരാൾ എഴുതുന്നുണ്ട്. അതാര് രചിച്ചതാണ്? മുഹമ്മദ് സാമി ബാറൂദി ആണോ, അഹമ്മദ് ഷൗക്കി ആണോ, ഹാഫിദ് ഇബ്രാഹിം ആണോ, ഇസ്മായിൽ സബിരി ആണോ? ഓക്കെ, നമ്മൾ പറഞ്ഞതുപോലെ ഹാഫിദ് ഇബ്രാഹിം തന്നെയാണ്. ഇനി അടുത്തത്, ഇദ്ദേഹത്തിന് ഒരു എന്താണ് ഫുസൂലിൻ ഖിസസിയുണ്ട്. അതായത് കവിതാപരമായിട്ട് കഥകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇദ്ദേഹം ഒരു ഫസിലുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. അഥവാ നമ്മളിപ്പം ഈ പീരിയോഡിക്കലായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം മക്കാമാത്ത് രൂപത്തിലാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. അത് ഏതാണ്? അദ്ദേഹത്തിന്റെ മക്കാമ എന്താണെന്നാണ് ചോദ്യം. മക്കാമ എന്താണെന്നൊക്കെ നമ്മൾ അബ്ബാസിയ കാലഘട്ടത്തിൽ പറഞ്ഞതാണ്. അപ്പൊ മക്കാമ രൂപത്തിൽ ഇദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏതാണ്? മജ്മഉൽ ബഹ്റൈനാണോ, അസാഖു അല സാഖാണോ, ഫിത്രത്തും മിന സമാനാണോ, ലയാലി സത്തിഹാണോ?
ശരി, ഉദ്ദേതാണ്. ലയാലി സത്തിഹാണ്. ശരി, എന്റെ ചോദ്യം ഫിത്രത്തും മിന സമൻ എന്നുള്ളത് ആരുടെ ഗ്രന്ഥാണ്? ഫിത്രത്തും മിന സമൻ ഒരു പുസ്തകത്തിന്റെ അപരനാമമാണ് ഫിത്രത്തും മിന സമൻ. നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ നോക്കട്ടെ. ഈ ഫിത്രത്തും മിന സമൻ എന്ന് പറഞ്ഞേ ഹദീസ് ഐസബിന് ഹിഷാം ഇല്ലേ? ഹദീസ് ഐസബിന് ഹിഷാം അതാരുടേതാ? ഹദീസ് ഐസബിന് ഹിഷാം മുഹമ്മദുൽ മുവൈലഹി. മറന്നുപോയി നിങ്ങൾക്ക്? മുഹമ്മദുൽ മുവൈലഹിയുടെയാണ് ഹദീസ് ഐസബിന് ഹിഷാം. ആ ഹദീസ് ഐസബിന് ഹിഷാമിന്റെ മറ്റൊരു പേരാണ് ഫിത്രത്തുൻ മിനസ്സമൻ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം, താരീഖ് മൂജിസുൽ ഇസ്സമാൻ എന്നുള്ളത് ആരുടെ പേരാണ്? ആരുടെ പുസ്തകമാണ് താരീഖ് മൂജിസുൽ ഇസ്സമാൻ? സ്റ്റീഫൻ ഹോക്കിംഗ് അല്ലേ? യെസ്, നോ ഇഷ്യൂ. അപ്പൊ കറക്റ്റ്. താരീഖ് മൂജിസുൽ എന്നാണ് ആരാണ്? സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെയാണ്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് പേര്. അസാഖ് അലാ സാഖ് ഇതാരുടേതാണ്? അസാഖ് അലാ സാഖ് അഹ്മദ് ഫാരിസ് അദ്ദേഹത്തിന്റെ മക്കാമ തന്നെയാണ്. മജ്മഉൽ ബഹ്റൈൻ ആരുടേതാണ്? മജ്മഉൽ ബഹ്റൈൻ ആരുടേതാണ്? നമ്മൾ എപ്പോഴും പറയുന്നതാണ്. എന്താണ് ബഹ്റൈൻ? നാസിഫുൽ യാസീജിയുടെ അല്ലേ? അല്ലെ, നാസിഫുൽ യാസീജിയുടെയാണ് മജ്മഉൽ ബഹ്റൈൻ എന്നുള്ളത്. എന്താ ഇവിടെ ബഹ്റൈനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ? നസറു അന്നദർ. അതേപോലെ തന്നെ ഈ മജ്മഉൽ ബഹ്റൈനി എന്ന പേരിൽ മറ്റൊരു ഗ്രന്ഥമാണ് കേട്ടോ. ഒരു സൂഫി വര്യനായിരുന്ന എന്താണ് മുഗൾ ഒരു എന്താണ് മുഗളന്മാരിൽപ്പെട്ട ഒരാളായിട്ടുള്ള എന്താണ് ഷാസാദ ദാറ ഷക്വ എന്ന് പറയുന്ന ഒരാളാണ് ഇത്. പേർഷ്യയിൽ എഴുതിയിട്ടുള്ള ഒരു സംഭവമാണ്. ആരാണ്? ദാറ ഷക്ക എന്ന് പറയുന്ന ആളെ എഴുതിയിട്ടുള്ളതാണ് എന്ത്? ഈ പറയുന്ന മജ്മഉൽ ബഹ്റൈനി. ദാറ ഷക്കയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മജ്മഉൽ ബഹ്റൈനി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ചിലപ്പോൾ ഇന്ത്യൻ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. മജ്മഉൽ ബഹ്റൈനിയുടെ ഓതറാണ് ആരാണ്? ദാറ ഷക്ക എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ. പേര് മറക്കല്ലേ, ദാറ ഷക്ക. സെറ്റല്ലേ? ലയാലി സത്തീഹ് എന്ന് പറഞ്ഞ സംഭവം എന്താണ്? നമ്മൾ പറഞ്ഞു മഖാമത്തുൽ ഹദീസ എന്നുള്ളതാണ്. ലം യഖുലി ഹാദ ശഅറു ഹാഫിദ് ഇബ്രാഹിം അയാ ഖബ്രു ഹാദൽ ലൈഫി അമാലി ഉമ്മത്തിൻ ഖിബ്രൻ വഹിലലിൻ അഖി ഖൈഫ ജാസിയ അതോ റജഅതു ലിനഫ്സി ഫതഹംതു ഹിസാതി വനാദൈത ഖൗമി ഫഹ്തസബതു ഹയാതി അതല്ല യാ റബ്ബി ഐന തറൽ തഖാമു ജഹന്നമി ലിൽസാലിമീന ഖദൻ വലിൽ അശ്ജാറി അശ്റാറി വമൻ യബാർ അബാ ഹഫ്സ് സീറതുഹു വമൻ യുഹാവിൽ ലിൽ ഫാറൂഖി തശ്ബീഹി. ഓക്കെ, ഇതിന്റെ അകത്ത് ഓപ്ഷൻ സി ആണ് ശരിയായി വരുന്നത്. ഈ അയാ ഖബറ ഹാദൽ ലൈഫി അമാലി ആമാല ഉമ്മത്തിൻ വഖിബറുൻ വഹിലലുൽ അൽഖി ഖൈഫക ജാസിയ. ഇത് ഹാഫിദ് ഇബ്രാഹിമിന്റെ വരികൾ തന്നെയാണ്. ഇത് മുമ്പ് സെറ്റ് പിന്നെ വീണ്ടും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. തൊട്ട് മുമ്പത്തെ എക്സാമിൽ ചോദിച്ചൊരു ചോദ്യമാണ്. റജഅതു ലിനഫ്സി ഫതഹംതു ഹിസാതി വനാദൈത ഖൗമി ഫഹ്തസബതു ഹയാതി. ഇത് ആദ്യത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഇനി വമൻ യബാർ അബാ ഹഫ്സ് സീറതുഹു വമൻ യുഹാവിൽ ലിൽ ഫാറൂഖി തശ്ബീഹി. ഇതിന് 2013 തന്നെ ഡിസംബർ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ നോക്ക്, 2010 വന്നു, 2012 ചോദിച്ചു, ഇനി ചോദിക്കാനിരിക്കുന്ന എക്സാമിലും ചോദിച്ച ഒരു ചോദ്യമാണ് എന്ത്? നടുവിൽ എക്സാം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതാണ് ഈ പറയുന്നത് പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പർ നോക്കിപ്പോയാൽ മാർക്ക് കിട്ടും എന്നുള്ളത്. ഇനി യാ റബ്ബി ഐന തറാ തുഖാമി ജഹന്നമി
എന്ന് പറയുന്നത് ആരുടെ വരികളാണെന്നറിയോ? ഇസ്മായിൽ സുബിരിയുടെ വരികളാണ് കേട്ടോ. ഇസ്മായിൽ സുബിരി എന്ന് പറയുന്ന പ്രമുഖനായിട്ടുള്ള ഒരു റൈറ്ററിന്റെ വരികളാണ്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദ്ദതിഹാ അഅദ്ദത് ശുഅബൻ ത്വയ്യിബൽ ഇറാഖി. ഒരു എന്താണ്, ഒരു ഉമ്മ ഒരു മകള് വേണ്ടിയിട്ട് എന്താണ് ഒരു മദ്രസ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാല് ഒരു എന്താണ് അഅദ്ദത് ശുഅബൻ, ഒരു ജനതയാണ് ഒരുക്കുന്നത്. ത്വയ്യിബൽ ഇറാഖി എന്താണ്, നല്ല ഗന്ധം പമിക്കുന്ന, മനോഹരമായിട്ടുള്ള ഗന്ധം പമിക്കുന്ന നല്ല ഒരു ജനതയെ ഒരുക്കുന്നവളാണ് ഒരു മദ്രസ ഒരുക്കി വിൽക്കുന്നത് എന്ന് പറയാണ്. ഉമ്മയെ പറ്റി പറയാണ് ഇവിടെ. ഈ തർബിയത്തിൽ ബനാത്ത് എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്താണ് ഈ കവിത പാടുന്നത്. ഇതാരുടെ വരികളാണ്? ഹാഫിദ് ഇബ്രാഹിം തന്നെ പറയുന്ന കവികളാണ്. ഇനി ഒരു ചോദ്യം നോക്കിക്കേ. അറബി കവിതയിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ റായിദാണ് ഖലീൽ മുത്റാൻ. സ്വതന്ത്ര കവിതകളിലേക്ക് ക്ഷണിച്ചിട്ടുള്ള ആദ്യത്തെ പ്രമുഖ വ്യക്തിയാണ് അദ്ദേഹം. ഈജിപ്തിലാണ് ജനിക്കുന്നത്. അദ്ദേഹം അപ്പോളോ മൂവ്മെന്റിന്റെ റായിദാണ്. 1, 2 ശരിയാണ്, എല്ലാം ശരിയാണ്, എല്ലാം തെറ്റാണ്, ഒന്ന് മാത്രമാണ് ശരി. ഒന്നും 4 എല്ലാം ശരി, എല്ലാം തെറ്റ്, ഒന്ന് മാത്രമാണ് ശരി. ഷാഹിദ് പറയുന്നുണ്ട് എല്ലാം ശരിയാണെന്ന് പറയുന്നുണ്ട്. ബാക്കി ആർക്കൊന്നും പറയാനില്ലേ? കടന്നു വരൂ. നമുക്ക് മനസ്സിലായി. നമ്മൾക്ക് എന്താണ് എന്റെ ആൻസർ വരുന്നത്? ഇതിനകത്ത് ആൻസർ ഞാൻ രേഖപ്പെടുത്തില്ല എന്ന് തോന്നുന്നു അല്ലെ. ഖലീൽ മുത്റാൻ റായിദു തജ്ദീദ് ഷിറുൽ അറബി. ശരിയോ തെറ്റോ? അത് ശരിയാണ്. അദ്ദേഹമാണ് എന്താ എഴുതുന്നത് ആദ്യമായിട്ട് റൊമാൻറ്റിസം കൊണ്ടുവരുന്നത്. ഓക്കെ. കാരണം അവലുമൻ ദാഇല ഷിറുൽ ഹുർ, അദ്ദേഹം ഷിറുൽ ഹുറിലേക്ക് ക്ഷണിച്ച വ്യക്തിയാണ് എന്ന് പറഞ്ഞു. ശരിയോ തെറ്റോ? ഉലിദ മത്റാൻ ഫി മിസ്ർ, ഈജിപ്തിലാണ് ജനിച്ചത്. ഈജിപ്തിലാണ് മൂപ്പര് ജനിക്കുന്നത്? ലബനാനിലെ ബഅൽ ബക്കിലാണ്. കാനമിൻ അഅ്ലാമി ഹർക്കത്തി അപ്പോളോ മൂവ്മെന്റിൽ പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. ശരിയോ തെറ്റോ? ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് വരും? അലിഫും ദാലും എ. അപ്പൊ നിങ്ങൾ ഏതാ ആൻസർ കൊടുത്തത്? ഞാൻ എ ആണ് കൊടുത്തത്. എന്നാൽ ഡി കൊടുത്തവരുണ്ട്, ബി കൊടുത്തവരുണ്ട്, മനസ്സിലെല്ലാം കുറിച്ച് വെച്ചിട്ടുള്ളവരും ഉണ്ട്. അവരോടാണ് പറഞ്ഞത് നിങ്ങൾ എ ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. ഷാഇറുൻ ഉലിദ ഫി ഉസ്റത്തിൻ അരീഖത്തിൻ മിൻ ഉസ്റത്തിൻ ബഅൽ ബഖ് ഫി ലബ്നാൻ ഫി സന 1873 മീലാദിയ. ഹുവ അഹ്മദ് സക്കി അബൂ ഷാദി, ഖലീൽ മുത്റാൻ, ഇബ്രാഹിം നാജി, അലി മഹ്മൂദ് ത്വഹ. ആരാണ്? ഖലീൽ മുത്റാനാണ്. റായിദു തജ്ദീദ് ആരാണ്? റായിദു തജ്ദീദ് ഷിറുൽ അറബി എന്ന് പറയുന്ന ആര് തന്നെയാണ്? ഖലീൽ മുത്റാൻ തന്നെയാണ്. ഷാഇറുൽ ഖുത്രൈൻ എന്ന് പറയപ്പെടുന്ന കവി ആരാണ്? ലിമാദ സുമ്മിയ ഖലീൽ മുത്റാൻ ബി ഷാഇറുൽ ഖുത്രൈനി? ലിമാദ? 2 ലബനാനിൽ മിസ്ർ. യെസ്, ലബനാനിൽ ജനിച്ച് മിസ്രിൽ മരിച്ച കവി എന്ന അർത്ഥത്തിലാണ്. ലൈസ മിന ശുഅറാ അൽ മുഹാഫിദീന ഫിൽ അസ്ർ ഹദീസ് മഅറൂഫ് റുസാഫി, ഹാഫിദ് ഇബ്രാഹിം, ഖലീൽ മുത്റാൻ, അഹ്മദ് ഷൗക്കി. മഅറൂഫ് റുസാഫി തന്നെയാണ്. അവ്വലു ഷാഇറുൻ ഖതബ ഷിഅറൻ റൊമാൻസിയൻ ബിസ്മിൽ മസ്സാ. അൽ മസ്സാ എന്ന പേരിൽ ആദ്യത്തെ റൊമാൻറ്റിക് കവിത രചിക്കുന്ന ആദ്യ അറബി കവി ആരാണ്? അതായത് ആദ്യത്തെ നമുക്ക് ഇതിൽ പഠിക്കുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ റൊമാൻറ്റിക് അറബി കവിതയാണ് അൽ മസ്സാ എന്നുള്ളത് കവിത. അതാര് രചിച്ചു എന്നുള്ളതാണ്. ആര് തന്നെയാണ്? ആദ്യത്തെ ഇതാരാണോ? ഖലീൽ മുത്റാൻ, അദ്ദേഹം തന്നെയാണ് രചിക്കുന്നത്. ഈ സാധനം കണ്ടോ?
2024 എങ്ങനെ ചോദിച്ച് അവല് ഷാരിൻ അറബിയൻ കത്തബ ഷിറൻ റൊമാൻസിയൻ ബിസ്മിൽ മസ. ആദ്യത്തെ കവി ആരാണെന്നാ ചോദിച്ചത്. ഇനി ഇവിടെ ചോദിക്കണം അങ്ങനെയല്ല. അൽ മസ എന്താണ് മസ എന്നുള്ളത് ഈ അവല് കസീരത്തിന് അറബിയ, അറബി കവിതയിലുള്ളതാണ്. കത്തബ ഡേഷ് കത്തബൽ ഖലീൽ മത്രാൻ ഏതിലുള്ളതാണ്? ക്ലാസിക് കവിതകളാണോ, റൊമാൻറ്റിസം കവിതകളാണോ, റിയാലിസം കവിതയാണോ, സിംബോളിസ്റ്റിക് ആയിട്ടുള്ള കവിതയാണോ? ഇത് കാണുമ്പോ നമുക്കറിയാമെങ്കിൽ നമ്മൾ തെറ്റിക്കും ഇല്ലേ? ഒന്നാമത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ടോപ്പിക്കാണ് ക്ലാസിസം, റൊമാൻറ്റിസം, റിയാലിസം, സിംബോളിസം. അതിനിടയിൽ ഇതിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനിത് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിക്കൂലേ? അങ്ങനെ വിചാരിക്കൂലേ? ഒരാളെങ്കിലും വിചാരിക്കൂലേ? വിചാരിക്കൂലേ അല്ലെ? അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വിചാരിക്കുമായിരിക്കും. ചില ആൾക്കാർ അങ്ങനെ വിചാരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കി കഴിഞ്ഞാല് അങ്ങനെ വിചാരിക്കരുതായിരുന്നു എന്നുള്ള ആൻസർ വരുമ്പോൾ പറയും. അപ്പൊ പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നും. ഇനി അൽ ബുഅസ എന്ന് പറയുന്ന എന്താണ് വിഷയം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാത്ത യുഗയുടെ ബുഅസ എന്ന് പറയുന്ന പാവകൾ എന്ന് പറയുന്ന കുറെ ആൾക്കാർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാത്ത വ്യക്തി ആരാണ്? അഹമ്മദ് അമീൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. ഖലീൽ ജിബ്രാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഉസ്മാൻ ജലാൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മുനീറുൽ ബാൽബാക്കി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഖലീൽ ജിബ്രാന് സ്വന്തം കാര്യങ്ങൾ എഴുതി തീർക്കാൻ തന്നെ സമയമില്ല. അപ്പോഴാണ് ട്രാൻസ്ലേഷന് വേണ്ടി പിറകിടക്കുക അല്ലെ? മുപ്പര് കംപ്ലീറ്റ് ചെയ്ത എന്താണ് ലോകത്തുള്ള എല്ലാ പെൺകുട്ടികളും പറ്റി ചെയ്ത നല്ല മുപ്പര് പരിപാടി. തമാശക്കാരന അല്ലെ? തമാശക്കാരനാണ് എങ്കിലും അല്ലെ? സംഭവം അങ്ങനെയല്ലേ? മുപ്പത് ജിബ്രാൻ എത്ര 12ഓളം കാമുകിമാരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും അസ്ഥിക്കൊണ്ട പ്രണയമാണ് സൽമാ, നമ്മുടെ ഹാലാ ലോഹറിനോടുള്ള പ്രണയം. അങ്ങനെയാണ് സൽമാ കറാമ നമ്മളോട് പറഞ്ഞത്. ഒരു നല്ലൊരു എന്താണ് എഴുത്തുകാരനാണ് കേട്ടോ, തമാശക്ക് പറഞ്ഞതാണെങ്കിൽ. അൽ ജുനൈൻ ഷുഹൈദ് എന്ന് പറയുന്നത് ആരുടെ കവിതയാണ്? ജുനൈൻ ഷുഹൈദ് ആരുടെ തന്നെയാണ്? ഖലീൽ മുത്രാന്റെ കവിതകൾ തന്നെയാണ്. മഅറൂഫ് റസാഫി ഹുവ ഷാഇറുൻ മിസ്രിയും സുറിയും അറബിയൻ ഇറാഖിയും. ഇറാഖി കവിയാണ്. അദ്ദേഹം ഏത് വർഷമാണ് ജനിക്കുന്നത്? 1875 ജനിച്ചു. 1945 മരിച്ചൊരു കവിയാണ്. മഅറൂഫ് റസാഫി വ ഷാഇറുൽ ലേഷ് മിനൽ ഇറാഖ് റംസിയ വൽ ഇസ്തിറാഖിയ അൽ ക്ലാസിക്കിയ അൽ വാഖിയ. സിംബോളിസ്റ്റിക് കവിയാണ്, സോഷ്യലിസ്റ്റ് കവിയാണ്, ക്ലാസിക്കൽ കവിയാണ്, റിയാലിസ്റ്റിക് കവിയാണ്. അബ്സല്യൂട്ട്ലി റൈറ്റ്, ഹി ഈസ് ദ ക്ലാസിക് പോയിറ്റ്. ഇനി മുഹാഫിദീൻ കവികളിൽപ്പെട്ട കവിയാണ് മഅറൂഫ് റസാഫി. അതും അത് തന്നെയാണ്, മഅറൂഫ് റസാഫിയാണ്. ഷുറായി നെഹ്റത്തുൽ ഹദീസ എന്നും പറയാം. ഇനി തെറ്റായ തെരഞ്ഞെടുക്കുക. ഇഖ്തറ ഷാദ് അബിൽ അറ അബിൽ അല അൽ മാരി ദഫുൽ ഹിജ്ന അലാ ബാബി സിജ്നി അബിൽ അല മിൽ മിമ്മ അറ. ഓക്കെ, നമുക്ക് നോക്കാം. മിൽ മിമ്മാറ എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ആരുടെ പുസ്തകങ്ങൾ തന്നെയാണ്? ഈ പറയുന്ന മഅറൂഫ് റസാഫിയുടേതാണ്. മിൽ മിമ്മാറ എന്നുള്ള പുസ്തകമൊന്നുമില്ല. ഇനി മഅറ്റി അൽ അസ്റുൽ ഹദീസ് എന്നറിയപ്പെട്ട താഹുസൈൻ വിളിച്ച ഒരാളെ വിളിക്കുകയാണ് മഅറ്റി അൽ അസ്റുൽ ഹദീസ്. അത് ഏത് ഇറാഖി പോയറ്റിനെയാണ്? ജമീൽ സിദ്ദിഖി സിഹാവി, അബ്ദുൽ വഹാബ് അൽ ബയാത്തി, അഡോണിസ്, മഹമ്മൂദ് സാമി അൽ ബാറൂദി. ആരെന്നെയാണ്? ജമീൽ സിദ്ദിഖി സിഹാവി. ജമീൽ സിദ്ദിഖി സിഹാവി തന്നെയാണ്. അബ്ദുൽ വഹാബ് അൽ ബയാത്തി ഈജിപ്ഷ്യൻ കവിയാണോ, ലെബനോണിക് കവിയാണോ, ഇറാഖി പോയറ്റാണോ? ഏത് പോയറ്റാണ് ഈ പറയുന്ന അബ്ദുൽ വഹാബ് അൽ ബയാത്തി? ഇറാഖി അല്ലേ? ഉറപ്പാണോ? ക്ലോസ് ചെയ്യാമോ? ഉറപ്പ് തന്നെ, ഇറാഖി തന്നെ. ഷീറുൽ ഹുറിന്റെ. ഓക്കെ, അപ്പൊ ഗുരുജി നിങ്ങൾക്കൊന്നും ഗുരുജി ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഉത്തരം ശരിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അൽ ജാദബിയ വ തഅലീലിഹ, അത് കിതാബുൻ ഇൽമി ലിശാഉൽ ഇറാഖി. ഈ ജാദബിയ എന്ന് വെച്ചാൽ എന്താ? ജാദബിയ ഒരു സയൻസിന്റെ ഭാഗമാണ്. ജാദബിയത്ത് എന്ന് വെച്ചാൽ
അട്രാക്ഷൻ എന്നൊക്കെ നമ്മൾ പറയൂലേ? ജസാബ ജസാബ പറഞ്ഞ അട്രാക്ഷൻ. ഗ്രാവിറ്റി ഇല്ലേ, ഗ്രാവിറ്റി, ജാസബിയ. അല്ലേ ന്യൂട്ടൺ? യെസ് യെസ്, അത് തന്നെ. അപ്പം ഈ പറയുന്ന ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതാണ് നമ്മൾ പറയാം, ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇറാഖി കവി എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രന്ഥം രചിക്കുന്നുണ്ട്. ഇതാരുടേതാണ്? ഓക്കെ, ഇതാരാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ജമീൽ സിദ്ദിഖി സിഹാബി തന്നെയാണ്. ഇനി അടുത്ത ഷാറുൽ ജന്തുവൽ എന്നറിയപ്പെടുന്ന കവി ആരാണ്? അലി മഹ്മൂദ് ത്വഹ, ഇബ്രാഹിം നാജി, അബുൽ ഖാസിം ഷാബി, അഹമ്മദ് സക്കി, അബ്ദുൽ ഷാദി. ഷാറുൽ ജന്തുവൽ, അത് അലി മഹ്മൂദ് ത്വഹയുടെ ലഖബാണ്. അലി മഹ്മൂദ് ത്വഹ ഷാറുൽ മിസ്രി ആണോ, ഈജിപ്ഷ്യൻ ആണോ, അതല്ല ലബനോൺ ആണോ? പറഞ്ഞോ. അലി മഹ്മൂദ് ത്വഹയെ അദ്ദേഹം ഒരു അപ്പോളോ മൂവ്മെന്റുമായി ബന്ധപ്പെടുത്തിയ ഒരു കവി കൂടിയാണ് ഈ പറയുന്ന അലി മഹ്മൂദ് ത്വഹ. അദ്ദേഹം ഏതുമായി ബന്ധപ്പെട്ട കവിയാണ്? അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ കവി തന്നെയാണ് കേട്ടോ, അലി മഹ്മൂദ് ത്വഹ. ഇനി മുഗന്നിയത്തുൻ മിസ്രിയത്തുൻ മുലഖബത്തുൻ ബി കൗകബി ശർഖ് വ സയ്യിദുൽ ഖനാ അൽ അറബി, ഒരു ഈജിപ്ഷ്യൻ എന്താണ്, സംഗീതജ്ഞയാണ്. അവരെ അറിയപ്പെടുന്നത് കൗകബ് ഷർക്ക് എന്നാണ്. അതേപോലെ തന്നെ എന്താണ്, സയ്യിദത്തുൽ ഖനാ അൽ അറബി, അറബി രാഗങ്ങളുടെ നായിക എന്നും പറയാറുണ്ട്. ഇതാരാണ്? ലൈലുൽ മുറാദാണ്, ഉമ്മു കുൽസൂം ആണ്, മുനീറത്തുൽ മഹദിയയാണ്, ഫൈറൂസ് ആണ്. ഇവരെ പറ്റി പരീക്ഷയ്ക്ക് ഈ ഒരൊറ്റ പോയിന്റ് അല്ലാതെ വേറെ ഒന്നും ചോദിക്കൂല. അതാണ് ഏറ്റവും വലിയ കോമഡി. ആരാണ്? ഞാൻ കരുതി നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് തന്നെ പരീക്ഷിക്കാൻ വേണ്ടി ഇരിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്താ കുഞ്ഞുങ്ങൾ എങ്ങനെ? ഉമ്മു കുൽസൂമാണ്. കേട്ടിട്ടില്ല? ഉമ്മു കുൽസൂമിനെ കുറിച്ച് കേട്ടിട്ടില്ല? നമ്മളെ വീട്ടിലെ നിങ്ങൾ ഇത് ഓർത്തിരുന്നാൽ മതി. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെൺകുട്ടികളുടെ പേരിൽ ഒന്നല്ലേ ഉമ്മു കുൽസൂ? അല്ലേ? ഉമ്മു കുൽസൂ എന്ന് വിളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള പേരല്ലേ? പെൺകുട്ടികൾ ആരാണ്? പെൺകുട്ടികൾ ആരാണ്? വീടിന്റെ വിളക്കാണ് നമ്മൾ പറയും. ഇപ്പൊ വിളക്ക് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എന്താണ്, നമ്മൾക്ക് ഇപ്പൊ രാത്രി കാലത്ത് വിളക്ക് ഉണ്ടാവണം എങ്ങനെയാണ്? നക്ഷത്രമല്ലേ നമ്മളെ വിളക്ക് എന്ന് പറയാ. ഇപ്പൊ പടിഞ്ഞാറിന്റെ അല്ല കിഴക്കിന്റെ വിളക്ക് എന്നാരെ വിളിച്ചു? ഈജിപ്തുകാര് കുലുസൂമിനെ വിളിച്ചു. പ്രശ്നം തീർന്നില്ലേ? കാരണം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണല്ലോ കുലുസു. തെറ്റായോ? ഇനി മറക്കല്ലേ. ഇല്യാസ് അബൂ ഷബക്ക ഹുവ ഷാഇർ ലബ്നാനി മിസ്രി ഇറാഖി മഗ്റബി. അദ്ദേഹം ലബനോൺ സാഹിത്യകാരനായിട്ടുള്ള ഒരു റൊമാൻറ്റിക് എഴുത്തുകാരനാണ് ആര് പറയുന്ന ഇല്യാസ് അബൂ ഷബക്ക. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കവിതാ സമാഹാരമുണ്ട്, അഫാഇൽ ഫിർദൗസ് എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരമുണ്ട്. പല പരീക്ഷകൾക്കും ചോദിച്ചു കാണാറുണ്ട് അഫാഇൽ ഫിർദൗസ്. പ്രത്യേകിച്ച് നെറ്റ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് അഫാഇൽ ഫിർദൗസ് എന്ന് പറയുന്ന എന്താണ് കവിതയുടെ റൈറ്റർ ആണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ബാക്കൂറ, ലിദാവുൽ കൽബ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കവിതാ സമാഹാരങ്ങൾ ഇദ്ദേഹത്തിനുണ്ട്. അൻഷൂദത്തുൽ മത്ര ആരുടേതാണ്? ഹാഫിദ് ഇബ്രാഹിം, ബദർ ഷാക്കിർ സയ്യാബ്, ഇബ്രാഹിം റംസി, യൗഖൂബ് സലൂർ.
യെസ്, ബദർ ഷാക്കിർ സയ്യാബ് എന്നുള്ളതാണ്. അസ്ഹാറു ദാബില ദീവാനുൻ ഷെയറുൻ അറബിയൻ ലൊഹറഫി അവലി ഷുറുൽ ഖുർ. ഇനി അസ്ഹാറു ദാബില എന്നുള്ളത് എന്താണ്? ആദ്യത്തെ എന്താണ്? ഷിറുൽ ഖുറിൽപ്പെട്ടതാണ്, ഒരു ദീവാനാണ്. അത് ആരാണ് രചിക്കുന്നത്? ആദ്യത്തെ കവിത എന്ന് പറയുന്നത് എന്താണ്? അസ്ഹാറു ദാബിലയാണ്. കോളറയാണെന്നും പറയുന്നവരുണ്ട്. അത് ആര് രചിച്ചതാണ്? ബദർ ഷാക്കിർ സയ്യാബാണ്. ഹൽക്കാന ഹുബ്ബൻ പരിഗണിക്കുന്നു. അവൽ ഷിറുൻ ഹുറുൻ അറബിയൻ. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കവിതാ സമാഹാരം ഉണ്ടല്ലോ, അസ്ഹാറു ദാബില, അതിലെ ഒരു കവിതയാണ് ഹൽക്കാന ഹുബ്ബൻ. അതാണ് ആദ്യത്തെ അറബി സ്വതന്ത്ര കവിതകൾ എന്ന് പറയുന്നത്. എന്താണ് ഈ സ്വതന്ത്ര കവിതകൾ? വസിനോ കാഫിയോ ഇല്ലാത്ത കവിതകളെയാണ് നമ്മൾ നോർമലി പറയാറുണ്ടെങ്കിലും വസിൻ ഉണ്ടാവും, കാഫി ഉണ്ടാവില്ല. ഓക്കെ, ഏതെങ്കിലും അല്ലെങ്കിൽ കാഫി ഉണ്ടാവും, വസിൻ ഉണ്ടാവില്ല. ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ അകത്ത് കവിതകൾ രചിക്കാം. ആഷിഖത്തുൽ ലൈൽ എന്ന് പറയുന്ന ദീവാനിന്റെ ഷായിറത്തുൻ തുലഖിബ് ബി ഉൻവാനി അവ്വൽ ദീവാനി ആഷിഖത്തുൽ ലൈൽ. ആഷിഖത്തുൽ ലൈൽ എന്ന് പറയുന്ന ദീവാൻ ഉള്ളത് ആർക്കാണ്? ഫദ്വ തൂക്കാനാണോ? നാസിഖുൽ മലായിക്കയാണോ? ആയിഷ തൈമൂരിയതാണോ? വറദത്തുൽ യാസിദിയാണോ? ഇപ്പൊ സെറ്റ് കൺസെപ്റ്റിന്റെ ബേസ് ചെയ്ത്, സെറ്റ് പരീക്ഷയുടെ കൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് റായിദ് ഷിറുൽ ഹുറാരാണ്, അത് ഉപ്പരാണ്, ബദർ ഷാക്കിർ സയ്യാബാണ്. ഇനി ആഷിഖത്തുൽ ലൈൽ ആരാ രചിക്കുന്നത്? വൈദ്യവേളയിൽ ഒരു ചെറിയൊരു പാട്ട് പാടാം. ആഷിഖത്തുൽ ലൈലി ശലായ വറമാദി ഷജറത്തുൽ ഖമരി ആനിയത്തുൽ ഇൻസാനി കറാറത്തുൽ മവജ്ജതി ശംസല്ലദി വറഅൽ കിമ്മതി കലായ ശിഅറുൽ മുഅസിരി ആഷിഖത്തുൽ ലൈലി ശലായ വറമാദി കറാറത്തുൽ മവജ്ജതി ഷജറത്തുൽ ഖമരി. നമ്മൾ ഈ പറഞ്ഞ ഒരു സ്റ്റാൻസ് ഉണ്ടല്ലോ, ആഷിഖത്തുൽ ലൈൽ ഷലായ വറമാദ് കറാറത്തുൽ മവജ്ജതി ഷജറത്തുൽ ഖമരി. ഇത് നാലുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരം. ഇനിയുണ്ട്, ഞാൻ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ഗദ്യ ഇനങ്ങളിൽപ്പെട്ടതാണ് നമ്മൾ പിന്നെ പറഞ്ഞ ഷംസുല്ലദി വറാൽ കമ്മയ എന്നാലും കലായ ഷിറുൽ മഅ്സുറ എന്നാലും. ഓക്കെ, ഇതൊക്കെ സെറ്റിൻ നെറ്റിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്തത് ഖൻസാഉൽ അസ്റുൽ ഹദീസ് എന്നറിയപ്പെടുന്നത് ഏത് കവിയെയാണ്? ഫദ്വ തൂക്കാനയാണോ? സമീറ ഗസാമിനെയാണോ? നാസിഖൽ മലായിക്കയാണോ? ആയിഷ ബിൻത് ഷാത്തിയയാണോ? ഫദ്വ തൂക്കാൻ എന്നറിയപ്പെടുന്നത്, ഫദ്വ തൂക്കാനാണ് ഖൻസാഉൽ അസ്റുൽ ഹദീസ് എന്ന് പറയാം. ഇനി അടുത്തൊരു ചോദ്യം, വഹ്ദി മഅൽ അയ്യാം എന്ന് പറയുന്നത് ഫലസ്തീനി കവിയത്രി ആയിട്ടുള്ള ഒരാളുടെ ദീവാനാണ്. അത് ആരുടേതാണ്? ഇതാരുടേതാണ്? ഫദ്വ തൂക്കാനാണ്. നമ്മൾ 4 കവിതകൾ പറഞ്ഞതാണ്. വഹ്ദി മഅൽ അയ്യാം, അല്ലൈലു വൽ ഫുർസാൻ, വജദതുഹ, അലാ ഖിമ്മത്തി ദുനിയ വഹീദ. 4 പ്രധാനപ്പെട്ട ആദ്യ കാലഘട്ടത്തിലുള്ള എഴുത്തുകളാണ് ഫദ്വ തൂക്കാൻ. അപ്പോ ഈ എന്നോടൊപ്പം ഒറ്റയ്ക്കായിരുന്നു ആരെന്നറിയോ? രാത്രിയും ഈ കുതിരപ്പടയാളികളും രാത്രിയും എന്ത് ചെയ്തു? ഫദ്വ തൂക്കാൻ പറയാണ്, ഈ ലീസ രാത്രി കുതിരപ്പടയാളികളും ഞാനും ഒറ്റയ്ക്കായിരുന്നു, ദിവസങ്ങളോളം എന്നോടൊപ്പമായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഒന്നും കൂടി പറയാം. വഹദി മഅൽ അയ്യാം, ഞാൻ എന്താണ് കുറെ ദിവസങ്ങൾ എന്നോടൊപ്പം ഒറ്റയ്ക്കായിരുന്നു. ആ സമയത്ത് വജ്ജത്തിഹാരല്ലറന്തി ഹിമ്മത്തി ദുനിയ വഹീദ, എന്താണ്? ഞാന് ഭൂമിയുടെ ഏറ്റവും
ഉച്ചസ്ഥായി. ഹിമ്മത്തി ദുനിയ എന്ന് വെച്ചാൽ ജീവിതത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ എന്താണ്? ലൈലു വൽ ഫുർസാൻ വജിദത്തിഹ, ഞാൻ കണ്ടു. ലൈലു വൽ ഫുർസാൻ, എന്തിനെയൊക്കെ കണ്ടു? രാത്രിയെയും കുതിരപ്പടയാളികളെയും കണ്ടു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പണ്ടുള്ള കഥകളിലൊക്കെ ചില ആൾക്കാർ ഈ ഈ കുട്ടികളുടെ കാർട്ടൂണുകൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കുതിരപ്പടയാളികളായിട്ട് ക്രിസ്മസ് അപ്പൂപ്പൻ കയറി എന്താണ് ആകാശത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ടൊരു സംഭവം കാണൂലേ? കണ്ടിട്ടുണ്ടോ അങ്ങനെ? ഈ ആകാശത്തിലൂടെ ക്രിസ്മസ് അപ്പൂപ്പൻ കയറി സഞ്ചരിച്ച് പോകുന്നതായിട്ടൊരു സംഭവം കാണും. അവരുടെ ഒരു പ്രത്യേക ഒരു വണ്ടിയിൽ കണ്ടിട്ടുണ്ടോ അങ്ങനെ? അങ്ങനെയൊന്നും ഈ കാർട്ടൂണൊന്നും കാണാറില്ലേ കുട്ടികളോടൊപ്പം ഇരുന്ന്? ഒക്കെ കാണാം കേട്ടോ. അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഈ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോ ആ സമയത്ത് എന്തുണ്ട്, ഈ വിഷയം കാണിക്കുന്നുണ്ട്, ടി വിയിലൊക്കെ കാണിക്കാറുണ്ട്. അപ്പം ഞാനൊക്കെ കാണാറുണ്ടായിരുന്നു കുറെ കാലം. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം. അപ്പം അങ്ങനെ സംഭവം കേട്ടോ എന്തായാലും. അപ്പൊ അതാണ് സംഭവം. കോഡ് മനസ്സിലാക്കാം കേട്ടോ. നാസിക്ക് മലാക്കയുടെ ദീവാനിൽപ്പെട്ട എന്താണ്? ജദാബിലാണോ, ഹയാത്തി മിന ഷെയറാണോ, ആഷിഖത്തിലേലാണോ, ഹബീബത്തി തൻഹദ് മിൻ നൗമിഹയാണ്? ഓക്കെ, ഈ ഹബീബത്തി തൻഹീദ് മിൻ നൗമിഹ ആരുടേതാണ്? മഹമ്മൂദ് ദർവേഷിന്റെ ആണ്. പിന്നെ ജദാവിൽ ആരുടേതാണ്? ഇല്യാബുമാനി. ഓക്കെ, ഇനി ഹയാത്തി മിന ഷെയർ എന്നുള്ള ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഹയാത്തി ഫിഷർ എന്നുള്ള സലാഹ് അബ്ദുൽ സബൂറിന്റെ ആണ്. ഹയാത്തി ഫിഷർ എന്നുള്ളത് മിനഷർ ആരുടെ എന്നാണ് നോക്കേണ്ടതുണ്ട്. ഇതിന്റെ അകത്ത് ഇല്ലാത്തത് ആരാണ്? ആഷിഖത്തുൽ ലൈലി, ഷലായ വറുമതി, ഷംസുല്ലതി വറാൽ കിമ്മത്തി, ഷജറത്തുൽ കമരി. ഇതിന്റെ അകത്ത് ഒറ്റപ്പെട്ട എന്താണ്? ഷംസുല്ലതി വറാൽ കിമറിമാദ. അതെന്താണ്? അത് ഗദ്യ സാഹിത്യമാണ്. ബാക്കിയെല്ലാം ഇവരുടെ മജ്മുഅത്ത് ഷീരിയാണ്. ഇനി മഅസാത്തുൽ ഹയാത്ത് എന്ന് പറയുന്ന കസീദ പബ്ലിഷ് ചെയ്ത വർഷം ഏത് വർഷത്തിലാണ് പബ്ലിഷ് ചെയ്യുന്നത്? 1945-ലാണോ, 46-ലാണോ, 47-ലാണോ, 48-ലാണോ? ഏത് വർഷത്തിലാണ്? 1945-ലാണ് കേട്ടോ. 1945-ലാണ്. അത് മറക്കല്ലേ, തെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, നമുക്ക് ഇന്ന് തൽക്കാലത്തേക്ക് ഇത്രയും മതിയോ? കുറേ ആയില്ലേ? ഓക്കെ അല്ലേ? നിങ്ങൾ ഇൻഷാ അല്ലാഹ് കേട്ട് പഠിച്ചിട്ട് വരിക. ഞാൻ കൂടുതൽ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിപ്പോയെന്ന് വെച്ചാൽ ഞങ്ങളുടെ PSC ക്ലാസ് ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ 9:15 ഞങ്ങളുടെ 9 എന്തോ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 9:15 ടൈമിലേക്ക് മാറ്റിയത്. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് വിട പറയുന്നു. ഞാൻ 8:30 എടുക്കാനിരുന്ന ക്ലാസ് ആയിരുന്നു ആക്ച്വലി. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.